ഒരിക്കൽ കൂടെ ശക്തിയോടെ മനോഹരമായ രാത്രിയുടെ നിശബ്ദതയ്ക്കായി മോദവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്ഞ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാർക്കും ഇന്ന് രാത്രി ദൈവവചന കേൾവിക്കായിട്ട് വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ധന്യനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രി നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരം ഞാൻ കർത്താവിന് വാഴ്ത്തലർപ്പിക്കുന്നു. അനേക അഭിഷിക്തന്മാർ ഇവിടെയും സ്റ്റേജിലും ഗ്രൗണ്ടിലുമായി ഉണ്ട്. വിശേഷിച്ച യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ കെ ഓൽസൺ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഭാരതപുര കൺവെൻഷന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ പി.ഒ. ജേക്കബ്, പി വർഗീസ്, എം രാജു, ബഹുമാനപ്പെട്ട പി.കെ. ദേവസി സാറ്, സി ജോർജ്, സജി മത്തായി കാതോട്, സി മാറ്റ് സാറ്, സാം വർഗീസ്, എം മാത്യു എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗാനം ആലപിക്കുന്ന അനുഗ്രഹീത ഗായക സംഘം, വിശേഷ കർത്താവിൻ്റെ അഭിഷക്തദാസി പെർസിസ് ജോൺ, പ്രിയമോൻ സ്റ്റീഫൻ സാമുവേൽ ദേവസി, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്ന ഗുഡ് ന്യൂസ് TV, ലിവിംഗ് വേ TV, ദൂരെ ഇരുന്ന് ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഭാരതപ്പുഴ കൺവെൻഷനിൽ വരാൻ കഴിയും സന്തോഷമുണ്ട്. നമ്മുടെ കൺവെൻഷനിൽ എത്രാമത് വർഷമാണ്? 21ാമത് വർഷമാണ്. ആവിയൻജിൻ കണ്ടുപിടിച്ച ജോർജ് സ്റ്റീവൻസൺ തൻ്റെ പെങ്ങൾ മേരിയെ ആ എഞ്ചിനിൽ കയറ്റിയിരുത്തി ഒന്ന് ഓടിക്കാൻ നോക്കി. വളരെ സന്തോഷത്തോടെ ആദ്യമായി മേരി അതിലിരുത്തിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് സ്റ്റാർട്ടാകില്ല. ഈ ചിലർ കയറിയാൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നിന്ന് പോവും. അപ്പം മേരി പറഞ്ഞു, ജോർജ് ഇതോടില്ല, ജോർജ് ഇതോടില്ല, ജോർജ് ഇതോടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി. ഓടാൻ തുടങ്ങിയപ്പോൾ മേരി പറഞ്ഞു, ജോർജ് ഇത് നിൽക്കില്ല, ജോർജ് ഇത് നിൽക്കില്ല. ദൈവം ഒന്ന് ആരംഭിക്കുമ്പോൾ സാത്താൻ പറയും ഇത് ഓടില്ല. പക്ഷെ ഓടാൻ തുടങ്ങുമ്പോൾ സാത്താൻ പറയും ഇത് നിൽക്കില്ല. ദർശനം നൽകിയത് ദൈവമാണോ? ഓടിപ്പാൻ അവൻ ശക്തനായവനാണ്. പോരാ, വാ തുറന്ന് കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയും. ഇവിടെ സമയം വളരെ പോയതുകൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻസ് ഒന്നും പറയുന്നില്ല. ഈ ദേശത്തെ അറിയിപ്പാൻ ദൈവം ഏൽപ്പിച്ചൊരു ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ കൺവെൻഷൻ യോഗം പോലെയല്ല ഈ യോഗം എന്ന് എനിക്കറിയാം. ഇവിടെ പുറത്ത് നമ്മളെ ധാരാളം ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. ഞാൻ സാധാരണ എൻ്റെ കൺവെൻഷൻ വേദിയിലൊക്കെ പറയും, വീട്ടുകാരോടൊരു കാര്യം പറയാൻ വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരോടൊരു കാര്യം പറയാൻ മൈക്ക് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. മൈക്ക് വെച്ച് കെട്ടുന്നെങ്കിൽ, വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയാനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് നാട്ടുകാരോട് യേശുവിനെക്കുറിച്ച് പറയാൻ പോകുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഈ ഉച്ചഭാഷയുടെ വായിച്ച് സഹായിക്കുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അവൻ കിടക്കുന്ന യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. ഒരു നിമിഷത്തോടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടുന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വായിച്ച വേദഭാഗത്തോട് ഇന്ന് രാത്രി നമ്മുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകിയാൽ സ്തോത്രം. കർത്താവേ, ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരോട് മാത്രമല്ല, ഭവനാന്തർഭാഗത്ത് വഴിവക്കിൽ ഒക്കെ ഇരുന്ന് വചനം ശ്രവിക്കുന്ന എല്ലാവരോടും ദൈവാത്മാവ് ഇടപെടണം. ലൈവായി വിദൂരത്തിൽ കേൾക്കുന്നവരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ഒന്നിച്ച് ശാസിക്കുന്നു. വലിയ ദൈവശക്തി ഇവിടെ വെളിപ്പെടണം. നിന്റെ കരം ഞങ്ങളെ തൊടുന്ന രാത്രിയാകിയാൽ സ്തോത്രം. പ്രാർത്ഥന നമിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അതിമഹത്തായ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു എവിടെ ഉണ്ടെങ്കിലും അത്ഭുതം നടക്കും. ഇന്ന് രാത്രിയിൽ ഈ ഭാരതപ്പുഴയിൽ കർത്താവ് ഇറങ്ങി വന്നിട്ടുള്ളതിനാൽ ഇവിടെ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. വളരെ വർഷങ്ങൾ മദ്യപാനിയായ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു.
അവൻ ഈ വേദപുസ്തകമൊക്കെ പിടിച്ചുകൊണ്ട് ദൈവദാസന്മാരോട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ്റെ പഴയ ഒരു സ്നേഹിതൻ അവനെ കണ്ടിട്ട് ചോദിച്ചു, എടോ നിങ്ങളുടെ യേശു ഇപ്പോഴും പച്ചവെള്ളം വീഞ്ഞാക്കാറുണ്ടോ, ഒന്ന് കുടിക്കാനാന്ന് പറഞ്ഞു. ഉടനെ ഇവൻ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ഇപ്പം വെള്ളം വീഞ്ഞാക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞങ്ങളുടെ കർത്താവ് ഇപ്പം ചാരായവും ബിസ്കിയും ഒക്കെ മേശയും കസേരയാക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കർത്താവ് ഇപ്പം ചാരായം ചോറാക്കാറുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? യേശുവിനെ അറിയും മുമ്പ് എൻ്റെ അധ്വാന ഫലം മുഴുവൻ ചാരായമായിരുന്നു. യേശു ചാരായം ചോറാക്കി. ഈ യോഗത്തിന് 3-ാം രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയട്ടെ സുഹൃത്തുക്കളെ, ലോകത്തിൽ ആർക്കും മാറ്റം വരുത്തുവാൻ കഴിയാത്തവനെ മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനത്ര നാസറയനായ യേശു ക്രിസ്തു. കൊടിയ പീഡനങ്ങൾക്കോ ശിക്ഷാക്രമങ്ങൾക്കോ ഇരുമ്പഴികൾക്കോ മാറ്റം വരുത്തുവാൻ കഴിയാത്ത വ്യക്തിയെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പരിവർത്തനം വരുത്തുന്നു. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം, മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന റെനി ജോർജ്. കുറച്ച് കൂട്ടുകാരുമായി അദ്ദേഹം വഴിതെറ്റിപ്പോയി. കഞ്ചാവിനും കറപ്പിനും LSDക്കും മാരിജുമനയ്ക്കും ഒക്കെ അടിമയായി മാറി. അങ്ങനെ കഞ്ചാവ് അടിക്കാൻ കാശില്ലാതെ വന്നപ്പോൾ സ്വന്തം അമ്മാച്ചനെ ഭാര്യയെ കൊന്നു. അങ്ങനെ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുമ്പോൾ കിപ്പല്ലോ ദാനിയൽ ഉൾപ്പെടെ 5 കൂട്ടുകാരൊന്നിച്ച് ജയിലിൽ വെച്ച് ചില പദ്ധതികൾ പ്ലാൻ ചെയ്തു. ആ പദ്ധതി ഇങ്ങനെയായിരുന്നു: ഓരോരുത്തരായി പരോളിലിറങ്ങുക, എന്നിട്ടൊരു ബാങ്ക് കൊള്ളയടിക്കുക, എന്നിട്ട് ഇവിടുന്ന് മുങ്ങുക. അങ്ങനെ ഓരോരുത്തർ പരോളിലിറങ്ങി. റെനി ജോർജും ഇറങ്ങി. ഇതുപോലെ സുവിശേഷ യോഗം നടക്കുകയാണ്. ഒരു ദൈവദാസൻ ദൈവത്തിന് വചനം പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇരുളിൽ നിന്ന് റെനി ജോർജ് എന്ന മദ്രാസിലെ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഒരു പോസ്റ്റിൻ്റെ ചുവട്ടിൽ നിന്ന് അല്പനേരം ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആ ഗ്രൗണ്ടിൽ വ്യാപരിപ്പാൻ തുടങ്ങി. ആ ഗ്രൗണ്ടിൽ വ്യാപരിച്ച ദൈവശക്തി പുറത്തേക്ക് വ്യാപരിപ്പാൻ തുടങ്ങി. ഭാരതപ്പുഴ കൺവെൻഷനിൽ ഈ ഗ്രൗണ്ടിൽ വന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? നാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഇവിടെ ഒതുങ്ങത്തില്ല, അത് ഈ ദേശത്തേക്ക് വ്യാപരിപ്പാൻ പോകുകയാണ്. പോരാ, വിശ്വസിക്കുന്നവർ കൈയടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. റെനി ജോർജിനെ യേശുവിന്റെ സുവിശേഷം കയറി പിടിച്ചു. മാനസാന്തരപ്പെട്ടവനായി അദ്ദേഹം ജയിലിൽ പോയി. വീണ്ടും പരോളിറങ്ങിയപ്പോൾ അദ്ദേഹം സ്നാനപ്പെട്ടു. അദ്ദേഹം ആദ്യമായി ഒരു സുവിശേഷ യോഗത്തിൽ സാക്ഷ്യം പറഞ്ഞത് ഞാൻ പ്രസംഗിച്ച ഒരു സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുമ്പ്. ദേവദാസൻ പറഞ്ഞല്ലോ 10-35 വർഷമായി തുടങ്ങിയിട്ട്. അപ്പം റെനി ജോർജ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പരോളിലിറങ്ങി മുങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ പരോളിലിറങ്ങി മുങ്ങി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. പോരാ, ശക്തിയോടെ സ്തോത്രം പറയൂ. പ്രിയ പിതാവേ, ലോകത്തിൽ ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തൊരു മകൻ നിനക്കുണ്ടോ? പ്രിയ സഹോദരി, ഭൂമിയിൽ ആർക്കും മാറ്റം വരുത്തുവാൻ കഴിയാത്തൊരു ഭർത്താവ് നിനക്കുണ്ടോ? അവനെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള യേശു ഇന്ന് രാത്രിയിലൂടെ വന്നിട്ടുണ്ട്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കാൾ വലുത് അതിലടങ്ങിയിരുന്ന അടയാളമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം, അവൻ്റെ നോട്ടത്തിൽ പോലും പരിവർത്തനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു എന്നായിരുന്നു. നിറവും മണവും ഗുണവുമില്ലാത്ത പച്ചവെള്ളത്തെ കർത്താവ് നോക്കിയപ്പോൾ നിറവും മണവും ഗുണമുള്ളവനായി മാറി. പ്രിയ കുഞ്ഞെ, സഹോദര, നീ ആർക്കും വേണ്ടാത്തവനായിരിക്കാം, സമൂഹത്തിന് നീ ഒരു തലവേദനയായിരിക്കാം. ആർക്കും വേണ്ടാത്തവനെ വേണ്ടുന്ന ഒരുവനുണ്ട്, അവനത്ര ഞങ്ങളുടെ കർത്താവ്. പോരാ, ശക്തിയോട് വാ തുറന്ന് സ്തോത്രം പറഞ്ഞാൽ നിറവും ഗുണവും മണമുള്ളവനാക്കി ഇതിനെ മാറ്റും. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ വാക്കാൽ തിരികെ വിളിച്ചപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവൻ്റെ കൈവശമുണ്ടെന്നായിരുന്നെങ്കിൽ, യേശു കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം, ഈ പ്രകൃതി ശക്തികൾ
അവന്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നു എന്നായിരുന്നെങ്കിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ 38 വർഷമായി ബെഥസ്ദാ കുളക്കടവിൽ കിടന്ന രോഗിയെ ഒറ്റ വാക്കിൽ യേശു സൗഖ്യമാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം, നിന്റെ പഴകിയ പാപവും നിന്റെ പഴകിയ രോഗവും യേശുവിന് വിഷയമല്ല. വിശ്വസിച്ചാൽ ഈ രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ്. എത്രവർ വിശ്വസിക്കുന്നുണ്ട്? കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, ഞാൻ വിശ്വസിക്കുന്നെന്ന് പറ. കരമടിച്ച് വാ തുറന്ന് ഓ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, ഞാൻ വിശ്വസിക്കുന്നു പറ. വിശ്വസിച്ചാൽ ഈ രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണും. എല്ലാവരും കൈകൾ അടിക്കണം, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഗ്രൗണ്ടിൽ എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്. ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയായി മാറട്ടെ. എല്ലാവരും അധരങ്ങൾ ചലിപ്പിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഒരു കാര്യം കൂടെ ഞാൻ അവിടെ പറഞ്ഞിട്ട് ഈ വായിച്ച വാക്കിലേക്ക് വരാം. ഈ ജനസമുദായക്കടൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇളകുകയാണ്. നമ്മുടെ ഭാരതം ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അഭിമാനമായ 40ഓളം സൈനികരെ ഭീകരന്മാർ വധിച്ചു. എല്ലായിടവും ദുഃഖമാണ്. ഭൂമി മുഴുവൻ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇളകുകയാണ്. ജനസമുദായക്കടലിനോട് ഒന്നിച്ചാണ് വചനത്തിൽ ലോകത്തെ കാണിക്കുന്നത്. ബൈബിൾ പറയുന്ന അവൻ തിരമാലയുടെ മുഴക്കവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു. ഭൂസീമാവാസികളും അവൻ്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഈ കൺവെൻഷന്റെ 3-ാം രാത്രി ഞങ്ങൾ ഭാരതപ്പുഴക്കാരോട് പറയാം, ലോകം ഇളകുന്നു. പക്ഷേ ഈ ലോകത്തിന് ഇളക്കം നിർത്തുവാൻ ഒരു നേതാവിനെ കൊണ്ട് കഴിയില്ല. ഒരു നേതാവിനെ കൊണ്ട് കഴിയില്ല. അതവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരവസരം കിട്ടിയായിരുന്നെങ്കിൽ ഞാനത് നന്നാക്കാമായിരുന്നെന്ന് ആരും പറയരുത്. അതുകൊണ്ട് ദൈവം എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ടിരിക്കുക. അവസാനം ഇവരെല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുമ്പോൾ ഭരിക്കാൻ അറിയാവുന്നവൻ ഇറങ്ങി വരും. ആമേൻ. ശക്തിയോടെ സ്തോത്രം പറ. അതുവരെ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് എല്ലാവരോടും സന്തോഷമാണ്. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാക എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ ഈ പ്രകൃതിയെ അടക്കി നിർത്താൻ കഴിവുള്ളവൻ, ഈ ജനസമുദായക്കളെ അടക്കി നിർത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനത്രേ നാസ്രയനായ യേശു. അവൻ ഇറങ്ങി വരാൻ കാലമായി. ഒന്നുകൂടെ കൈകളടിച്ച് സന്തോഷത്തോടെ സ്തോത്രം പറയാം. ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. ഈ രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, പ്രിയ സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ ദുഷ്ടപിശാച് ആഞ്ഞടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിനെ വാക്കാൽ ശാന്തമാക്കുവാൻ അധികാരമുള്ളവൻ ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ കാറ്റടങ്ങും, കടൽ ശാന്തമാകും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ചെയ്തൊരു അത്ഭുതമാണ് നാം വായിച്ചത്. എന്താണെന്ന് വായിച്ചത്? യെരൂശലേമിൽ ബെഥസ്ദാ എന്ന പ്രായപ്പുള്ളൊരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. ആ മണ്ഡപക്കരയിൽ ഒരു വലിയ കൂട്ടം ആളുകൾ ഒരു വിശ്വാസത്തോട് കിടക്കുന്നു. എന്താണ് അവിടെ വിശ്വാസം? വല്ലപ്പോഴും ഒരിക്കൽ ഒരു ദൂതൻ വരും, കുളം കലക്കും. ആദ്യം ആര് എടുത്തു ചാടുമോ അവന് സൗഖ്യം വരും. ആ വിശ്വാസത്തോടു കൂടി ഒരുവൻ 38 വർഷമായി അവിടെ കിടക്കുന്നു. ബെഥസ്ദാ എന്ന വാക്കിനൊരർത്ഥമുണ്ട്. ബെഥസ്ദാ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഇരിപ്പിടമെന്നായിരുന്നു. കരുണയുടെ ഇരിപ്പിടത്തിൽ, കരുണയുടെ കുളക്കടത്തിൽ ഒരുവൻ കരുണ കാത്ത് 38 വർഷമായി കിടന്നു. കരുണയുടെ കുളം അവനോട് കരുണ കാണിച്ചില്ല. എന്നാൽ സർവ്വ ആശ്വാസങ്ങളുടെയും ഉറവിടമായവൻ, മനസ്സലുള്ള പിതാവായവൻ നാസറേയനായ യേശു അവൻ്റെ അരികിൽ ചെന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന സുഹൃത്തേ, നിന്നോട് കരുണ കാണിക്കേണ്ട പലരും നിന്നോട് കരുണ കാണിച്ചില്ലെങ്കിലും, നിന്നോട് ദയ കാണിക്കേണ്ട പലരും നിന്നോട് ദയ കാണിച്ചില്ലെങ്കിലും, നിന്നോട് കരുണ കാണിക്കുന്ന ഒരുവൻ, നിന്നോട് ദയ കാണിക്കുന്ന ഒരുവൻ ഈ രാത്രി നിന്റെ ശ്വാസത്തെക്കാൾ അടുത്തുണ്ട്. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയുവാൻ കഴിയും? 38 വർഷമായി ബെഥസ്ദാ കുളക്കടവിൽ കിടക്കുന്ന രോഗിയുടെ മനോഗത ഞാൻ പറയാം, ചിന്താഗതി ഞാൻ പറയാം, ആറ്റിറ്റ്യൂഡ് ഞാൻ പറയാം. നിരാശയാണ്. 38 വർഷമായി പ്രതീക്ഷയോടെ കുളക്കടവിൽ കിടക്കുന്നു. പക്ഷെ ഇതുവരെ സൗഖ്യമായില്ല, ഇതുവരെ വിടുതൽ കിട്ടിയില്ല. അവൻ പറയുന്നു, എൻ്റെ അവസാനം ഈ ബെഥസ്ദാ കുളവാണ്. ഇനിയും ഞാൻ എഴുന്നേൽക്കില്ല, ഇനിയും ഞാൻ നടക്കില്ല, ഇനിയും ഞാൻ വീട്ടിൽ പോകില്ല, ഞാൻ ഇവിടെ അവസാനിക്കുമെന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ യേശു അവൻ്റെ അരികിൽ ചെല്ലുന്നത്. ശ്രദ്ധിക്കൂ, അവൻ്റെ ആശകൾ നിരാശകളായി മാറി, അവൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി,
സകല വാതിലും അവൻ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. പ്രിയ സുഹൃത്തേ, നിന്റെ ആശകൾ നിരാശകളാകുന്നിടം, നിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, സകല വാതിലും കൊട്ടിയടപ്പെടുന്നിടം, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുതുവഴി തുറക്കുവാൻ ശക്തിയുള്ളവൻ ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശക്തിയോടെ നമ്മുടെ കൈകളെ അടിച്ച് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാം. മാൻസ് എസ്റ്റിമേറ്റ് ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യന്റെ പരമാവധി എന്റെ ദൈവത്തിന്റെ അവസരമായിരിക്കും. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ പറയും? വൈദ്യശാസ്ത്രം പറയുന്നു നിന്റെ രോഗം സൗഖ്യമാകില്ല. ഡോക്ടർമാർ പറയുന്നു നീ ഇനി എഴുന്നേറ്റ് നടക്കത്തില്ല. എന്നാൽ യേശു പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാം. ഹല്ലേലൂയ. മനുഷ്യൻ, ശാസ്ത്രം, വൈദ്യശാസ്ത്രം എല്ലാം സാധ്യതയുടെ പുറകെയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കണം. വൈദ്യശാസ്ത്രം പറയുന്നു സൗഖ്യമാകാൻ സാധ്യതയുണ്ടെങ്കിൽ നോക്കാം. ഡോക്ടർമാർ പറയുന്നു നിനക്കൊരു തലമുറ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നോക്കാം. നിന്റെ സഹോദരങ്ങൾ പറയുന്നു നിനക്കൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നോക്കാം. ലോകം മുഴുവൻ സാധ്യതയുണ്ടെങ്കിൽ നോക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു പറയുന്നു ഒരു സാധ്യതയുമില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രി ഗ്രൗണ്ടിലും പുറത്തും എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തേ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം 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 എന്ന് എഴുതി വെക്കുമ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ അടിയിൽ ഇന്ന് രാത്രി നീ ഒരു വട്ടം എഴുത്, എന്റെ ദൈവത്താൽ ഇത് സാധ്യമാണ്. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യമാണ്. നിങ്ങൾ നിരാശനാണോ? സകല വാതിലും നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടോ? ഒരു പുതുവഴി തുറക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ഞാൻ കൂടെ എൻ്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഒരു വാതിൽ അടയുമ്പോൾ ദൈവം മറ്റൊന്ന് തുറന്നിരിക്കും. ഒന്ന് തുറന്നിടാതൊന്ന് അടയ്ക്കാൻ ദൈവം സമ്മതിക്കില്ല. കുഞ്ഞെ, 2 പരീക്ഷ തോറ്റെന്ന് വിചാരിച്ചതിൻ്റെ അവസാനമല്ല. 4 ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടുകൊണ്ട് ജോലി കിട്ടതിന് ചിന്തിക്കരുത്. 4 കല്യാണാലോചന വന്ന് മുടങ്ങിയത് കൊണ്ട് നിന്റെ കല്യാണം നടക്കും ചിന്തിക്കരുത്. കയറെടുക്കരുത്, റെയിൽവേ ട്രാക്ക് തപ്പരുത്, വിഷക്കുപ്പി തപ്പരുത്, കുളത്തിൽ ചാടരുത്, നരമ്പ് മുറിക്കരുത്. ഒരു വാതിലടഞ്ഞെങ്കിൽ 9 വാതിൽ ദൈവം നിനക്കായി തുറക്കും. നിന്റെ പ്രവൃത്തിയുടെ പരമാവധി ദൈവത്തിൻ്റെ അവസരമാണ്. ഒന്നാ കൈ ആട്ടി എല്ലാവരും സ്തോത്രം പറഞ്ഞ ശക്തിയോട്. 38 വർഷമായി ബെഥസ്ദാക്കുളക്കടവിൽ കിടക്കുന്ന രോഗി, അവൻ്റെ അരികിൽ യേശു എന്നു. ശ്രദ്ധിക്കൂ, യേശു കർത്താവ് ഇവിടെ ചെന്നപ്പോൾ പത്രോസ് യേശുവിന് അവനെ പരിചയപ്പെടുത്തി കൊടുത്തില്ല, അന്ത്രയോസ് പരിചയപ്പെടുത്തി കൊടുത്തില്ല, യോഹന്നാൻ പരിചയപ്പെടുത്തി കൊടുത്തില്ല. നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അവൻ കിടക്കുന്ന യേശു കണ്ടു, ഇങ്ങനേറിയ കാലമായിരിക്കുന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ചു. പത്രോസ് പരിചയപ്പെടുത്തി കൊടുത്തില്ല, അന്ത്രയോസ് പരിചയപ്പെടുത്തി കൊടുത്തില്ല. ആരും പരിചയപ്പെടുത്താൻ കൊടുക്കാതെ യേശു അവനെ അറിഞ്ഞു. ആരും പറഞ്ഞു കൊടുക്കാതെ യേശു അവൻ്റെ അവസ്ഥ അറിഞ്ഞു. ഈ രാത്രിയിൽ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തനായ എനിക്ക് ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന നിങ്ങളുടെ ആരുടെയും പേരറിഞ്ഞുകൂടാ, വീട്ടുപേരറിഞ്ഞുകൂടാ, ശരിക്കും നിങ്ങളുടെ മുഖം പോലും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ മുഖം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, കാരണം വിളിച്ചു അങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ മുഖവും അകവും കാണുന്ന ഒരുവൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങളുടെ പേരെനിക്കറിഞ്ഞുകൂടാ, നിങ്ങളുടെ വീട്ടുപേരെനിക്കറിഞ്ഞുകൂടാ, പ്രൈസ് ലോർഡ്. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരറിയാം, നിങ്ങളുടെ വീട്ടുപേരറിയാം, നിങ്ങളുടെ കഷ്ടതയറിയാം, നിങ്ങളുടെ ദുഃഖമറിയാം, നിങ്ങളുടെ ഭാരമറിയാം. അറിയുന്നവൻ മാത്രമല്ല, ഈ രാത്രി വിടുവിപ്പാനും അവൻ ശക്തിയുള്ള ദൈവമാണ്. എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴും കരഞ്ഞുകൊണ്ടിറങ്ങിയ സഹോദരി, വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കരഞ്ഞുകൊണ്ടിറങ്ങിയ പിതാവേ, ദൂരെയുള്ള മകനെ ഓർത്ത് കരയുന്ന പിതാവേ, ഈ ഭൂമിയിൽ ആരും നിന്റെ സങ്കടം കാണുന്നില്ലെങ്കിലും നിന്റെ സങ്കടം കാണുന്ന ഒരുവൻ ഈ രാത്രി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന് നിങ്ങളുടെ ദുഃഖമറിയാം, നിങ്ങളുടെ ഭാരമറിയാം, നിങ്ങളുടെ പേരറിയാം, നിങ്ങളുടെ വീട്ടുപേരറിയാം. അറിയുന്നവൻ മാത്രമല്ല, ഇന്ന് രാത്രി വിടുവിപ്പാനും അവൻ ശക്തിയുള്ളവനാണ്. നമ്മളെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. യോഹന്നാൻ 5:6. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവന്റെ അരികിലെത്തി അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ
മനസ്സുണ്ടോ? ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, ബെഥസ്ദ കുള്ളക്കടവനോട് പറഞ്ഞുകൊണ്ടിരുന്നത് എടുത്തു ചാടുക, മുമ്പേ ചാടുക, ആദ്യം ചാടുക, നിനക്ക് സൗഖ്യം വരും. പക്ഷെ യേശു അങ്ങോട്ട് എന്നിട്ട് എടുത്ത് ചാടാനല്ല പറഞ്ഞത്. ആരോടാ പറയുന്നേ? പക്ഷപാതക്കാരനോട്, നടു പൊങ്ങാൻ വയ്യാത്തവനോട് എടുത്ത് ചാട്, മുമ്പേ ചാട്, ആദ്യം ചാട്, സൗഖ്യം വരും. പക്ഷെ യേശു പറഞ്ഞത് എടുത്ത് ചാടാനല്ല. നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ സൗഖ്യമാക്കാം. മനസ്സിലാകുന്നവർ ശക്തിയോടെ സ്തോത്രം പറയണം. ഈ കൺവെൻഷന്റെ 3-ാം രാത്രിയിൽ ഞങ്ങൾ ഈ മണപ്പുറത്ത് വിളിച്ചു പറയട്ടെ, ലോകത്തിലെ സകല മതങ്ങളും നാസറേയനായ യേശു ക്രിസ്തുവിൻ്റെ മാർഗവും നമ്മളെ വ്യത്യാസം. ഈ ലോകത്തിലെ സകല മതങ്ങളും, അത് ക്രിസ്ത്യ മതമാണെങ്കിൽ ആ മതം ഉൾപ്പെടെ, നിന്റെ രക്ഷയ്ക്കായി, നിന്റെ വിടുതലിനായി, നിന്റെ സൗഖ്യത്തിനായി കർമ്മ മാർഗം ഉപദേശിക്കുന്നു. അവർ നിന്നോട് പ്രവൃത്തി ആവശ്യപ്പെടുന്നു. പ്രവർത്തിക്കൂ, പ്രവർത്തിക്കൂ, പ്രവർത്തിക്കൂ എന്ന് പറയുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യുക. അല്ലെങ്കിൽ വിളക്കെണ്ണ കൊണ്ടുവരിക, വെളിച്ചെണ്ണ കൊണ്ടുവരിക, തേങ്ങ ഉടയ്ക്കുക, മുട്ടയിൽ നീന്തുക, പിച്ച തിണ്ടുക, ശൂലം കുത്തിയിറക്കുക, അടിമയിരിക്കുക, മല കയറുക, അങ്ങനെ പല 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 കർമ്മങ്ങൾ നിന്നോട് ആവശ്യപ്പെടുമ്പോൾ നാസറേയനായ യേശു ക്രിസ്തുവിന്റെ മാർഗം നിന്റെ പ്രവൃത്തി ആവശ്യപ്പെടുന്നില്ല, നിന്റെ വിശ്വാസം ആവശ്യപ്പെടുന്നു. കാൽവറിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് നിവർത്തിച്ച രക്ഷയിലുള്ള വിശ്വാസം ആവശ്യപ്പെടുന്നു. യേശു കർത്താവ് ക്രൂശിൽ പറഞ്ഞ അവസാന മൊഴിയിലൊന്ന്, ടെറ്റ്ലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവർത്തിയായി. അതായത് സഹോദര, നിന്റെ രക്ഷയ്ക്കായി, നിന്റെ വിടുതലിനായി, നിന്റെ സൗഖ്യത്തിനായി ദൈവഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം കാൽവറിയിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തീർത്തു. നീ ചെയ്യേണ്ടത് വിശ്വസിക്കുക മാത്രം. ആ കൈകളൊന്ന് ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. ലോകത്തിലെ സകല മതങ്ങളും നിന്റെ രക്ഷയ്ക്കായി നിന്നോട് വെളിക്കെണ്ണ കൊണ്ടുവരൂ, വെളിച്ചെണ്ണ കൊണ്ടുവരൂ, തേങ്ങ ഉടയ്ക്കൂ, പിച്ച തണ്ടു, അടിമയിരിക്കൂ, ശൂലം കുത്തിയിറക്കൂ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു, നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ സൗഖ്യമാക്കാം. നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്റെ പാപം മോചിക്കാം. നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ വിടുവിക്കാം. യേശു ക്രിസ്തുവിന്റെ മാർഗം മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗമാണ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ മനസ്സ് വെച്ച മാത്രയിൽ ദൈവം എന്നെ വിടുവിച്ചെന്ന് പറയുവാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ മാർഗം നീ എപ്പോൾ മനസ്സ് വെക്കുമോ അപ്പോൾ വിടുവിക്കുന്ന മാർഗമാണ്. യേശുവിന്റെ മാർഗം നിന്നെ പിച്ച തണ്ടാൻ വിടുന്നില്ല, അടിമയിരിക്കാൻ വിടുന്നില്ല, ഭാരം ചുമക്കാൻ വിടുന്നില്ല, ശൂലം കുത്തിയിറക്കാൻ വിടുന്നില്ല. എപ്പോൾ നീ മനസ്സ് വെക്കുമോ അപ്പോൾ വിടുവിക്കുന്ന മാർഗം. ഒന്നുകൂടെ പറയാം, നീ ആകാശത്ത് വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, ആഴിക്കടിയിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, പായുന്ന ട്രെയിനിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, ഓടുന്ന ട്രെയിനിൽ ബസ്സിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, കാരാഗ്രഹത്തിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, ഇന്ന് രാത്രി ഇവിടെ വെച്ച് മനസ്സ് വെച്ചാൽ ഇവിടെ വെച്ച് വിടുതൽ. എവിടെ വെച്ച് മനസ്സ് വെക്കുന്നു അവിടെ ഇറങ്ങി വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ. അവനെ അത്രയും ഞങ്ങളുടെ ഉയർത്തുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ പ്രൊഫസർ മോനും ഒക്കെ പാടിയപ്പോൾ ഉള്ള ശബ്ദം മുഴുവനുള്ളത്. 32-33 വർഷമായി ഞാൻ പ്രസംഗിക്കുക. ഇവിടെയും പ്രസംഗിച്ചിട്ടുണ്ട് പലവട്ടം. ഇന്നാളെ ഇവിടുത്തെ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ, ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ തൊണ്ട അടക്കി വന്ന് ആരാധിച്ച. സ്തോത്രം. ഉള്ള ശബ്ദം യേശുവിന് വേണ്ടിയാ. അങ്ങനെ സ്തോത്രം പറ. ഇന്ന് രാവിലെ 10 മണിക്ക് യാത്ര തുടർന്നാൽ നിങ്ങൾക്കറിയാം, 30 ദിവസം കൊണ്ട് ലൈവ് കാണുന്നവർക്കറിയാം. ഇന്നലെ എവിടെ ആയിരുന്നു? മിനിയാൻ ലൈവല്ലേ ഇപ്പം. അതുകൊണ്ട് ഇരുന്ന് ഉറങ്ങുന്നവരെല്ലാം കാണുന്നുണ്ട്, അമേരിക്ക വരെ. സ്തോത്രം. ഈ സ്റ്റേജിലോട്ട് കയറുമ്പോഴേ അടുത്തിരിക്കുന്ന ദൈവദാസന്മാരോട് സ്തോത്രം പറയാൻ ശക്തിയില്ലാതെ കയറുന്നത്. പിന്നെ ഈ മൈക്കിൻ്റെ പച്ചയും നിങ്ങളുടെ സ്തോത്രവും കൊണ്ടാണ് നിൽക്കുന്നത്. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ്റെ മാർഗം മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗമാണ്. ഒന്നുകൂടെ പറയാം. ആകാശത്ത് വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. നിങ്ങൾക്കറിയാമോ, ഇവിടുന്ന് മേളോട്ട് ഉയരുന്ന വിമാനങ്ങൾ പറക്കുന്നത് 40,000 അടി ഉയരത്തിലാണ്. 40,000 അടി. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ വിമാനം ഇങ്ങോട്ട് പറന്നു പോകുമ്പോൾ ഒരു പരുന്ത് വന്ന് ഷൂ എന്ന് ഏശിപ്പോയാൽ, ഒരു പ്രാവ് വന്ന് ഇങ്ങനെ തട്ടിയാൽ തീപ്പെട്ടിക്കൊള്ളി കത്തി വീഴുന്ന പോലെ ആ ഫ്ലൈറ്റും അതിലെ യാത്രക്കാരും കത്തി വീഴും.
നിന്റെ കുഞ്ഞതിൽ കയറിയപ്പോൾ, നീ കയറിയപ്പോൾ പരുത് വരാഞ്ഞിട്ടല്ല, സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ശ്രേഷ്ഠതയല്ല, ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും ദൈവത്തിൻ്റെ കരുണയാണ്. ഇത് പോകുന്നവർക്കറിയാം, ഇത് കയറി ഇരുന്ന് കഴിയുമ്പം ഈ ഫ്ലൈറ്റ് മൂവ് ആകുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് നമ്മുടെ കൺമുമ്പിൽ വന്നിരുന്ന് കൈക്കറിയൊക്കെ കാണിക്കും. അവർ പറയുന്നതേ, ഇത് പോകുന്ന വഴിക്ക് ഓക്സിജൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഓക്സിജൻ മാക്സ് താഴേക്ക് വീഴും, അതെടുത്ത് ഇങ്ങനെ വെച്ച് വലിച്ചു കയറ്റണം. ആദ്യം നിങ്ങൾ വലിച്ചു കയറ്റണം, പിന്നെ പിള്ളേരുടെ മൂക്കിലോട്ട് വെക്കണം, അവരെ കൊണ്ട് വലിച്ച് കയറ്റിക്കണം. ഇത് പോകുന്ന കടലിൻ്റെ മണ്ടയ്ക്കൂടെ ഇത് ചിലപ്പോൾ അടിയന്തരമായി ലാൻഡ് ചെയ്യും, വെള്ളത്തിൽ വീഴും. അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അതെടുത്ത് ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ടിടണം, കഴുത്തേന്ന് താഴോട്ടിടണം, അത് ഫൂ എന്ന് ഊതി വീർപ്പിക്കണം. അതിലൊരു ലൈറ്റ് ഉണ്ട്, അതൊന്ന് ഓണാക്കണം. ഒരു വിഷലുണ്ട്, ഷൂ എന്ന് വിഷലടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കണമെന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇത് കയറുമ്പോഴൊന്നും ഞാനിത് നോക്കാറേ ഇല്ല, ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം എനിക്കറിയാം ഇത് താഴോട്ട് പോയാൽ പിന്നെ പോക്കാം, പിന്നെ വിഷലൂത്തും നടക്കത്തില്ല, ഒരു പണിയും നടക്കത്തില്ല. ഞാൻ പറയാൻ വന്നതെന്നറിയാമോ സഹോദരങ്ങളെ, 40,000 അടി ഉയരത്തിൽ പറക്കുന്ന ഫ്ലൈറ്റ് ആകാശത്ത് വെച്ച് തകരുമെന്ന് കണ്ടാൽ, അതിനകത്തിരുന്നൊരു ദൈവവൈതൽ പ്രാർത്ഥിച്ചാൽ, 40,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന് കീഴേ ആകാശം ചായിച്ചിറങ്ങി വന്ന്, ആകാശം കീറിയിറങ്ങി വന്ന്, ആ ഫ്ലൈറ്റിന് കീഴെ ശാശ്വത ഭുജമിട്ട് ആ ഫ്ലൈറ്റിനെയും അതിലെ യാത്രക്കാരെയും വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ, അവനെ എത്ര ഞങ്ങൾ ഉയർത്തുന്നത്. ഹല്ലേലൂയ. അനന്തമജ്ഞാതം അവിടന്യമായ മഹാസമുദ്രം, ആ സമുദ്രത്തിലൂടെ പാഞ്ഞു പോകുന്നൊരു കപ്പൽ ഒരു മഞ്ഞുകെട്ടിലിടിച്ച് ഈ കപ്പൽ തകരുമെന്ന് കണ്ടാൽ, ആ കപ്പലിനകത്തിരുന്നൊരു ദൈവവൈതൽ പ്രാർത്ഥിച്ചാൽ, ഇനി കരയിൽ കുടിലിരുന്നൊരു പാവപ്പെട്ടവൾ കരഞ്ഞാൽ, ആ മഹാസമുദ്രത്തിലേക്ക് ചാടി ഇറങ്ങിയോ ഇറങ്ങാതെയോ ആ കപ്പലിനെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഞങ്ങൾ കൂടെ യോഗം വെക്കുന്നത് എന്തിനെന്നറിയാമോ? ആ ജീവനുള്ള സത്യദൈവത്തെ നിങ്ങൾ അറിയണം. ഒരാളെങ്കിലും അറിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഒന്ന് കയ്യാട്ടി സ്വോത്രം പറഞ്ഞേ. കണ്ണുണ്ടെങ്കിൽ കാണാത്ത, ചെവി ഉണ്ടെങ്കിൽ കേൾക്കാത്ത ദൈവമല്ല നിന്റെ ദൈവം. നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്നൊരു ദൈവം, നീ നിലവിളിച്ചാൽ ഉത്തരം തരുന്ന ദൈവം, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് മനുഷ്യന്റെ പ്രശ്നം എന്താ? മനുഷ്യൻ അവനേക്കാൾ താണ മൃഗജാലങ്ങളെ ആരാധിക്കുന്നു. മനുഷ്യൻ തിരിഞ്ഞിരുന്ന മനുഷ്യനെ തന്നെ ആരാധിക്കുന്നു. ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ കൂടെ പറഞ്ഞിരുന്ന സുഹൃത്തെ, ഇന്ന് മനുഷ്യ ദൈവങ്ങൾ വർദ്ധിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആരാധിക്കുന്ന മനുഷ്യ ദൈവങ്ങൾ അവർ ഒരു പിടി ഗുളികയുമായി നടക്കുന്നു. തലകറക്കത്തിന് ഗുളിക, ഡയബറ്റീസിന് ഗുളിക, ബ്ലഡ് പ്രഷറിന് ഗുളിക, ഹാർട്ട് അറ്റാക്കിന് ഗുളിക. ഞാൻ പറയാറുണ്ട്, നിന്നെ പോലെ ബലഹീനനായ മനുഷ്യനെ അല്ല നീ ദൈവമായി കാണേണ്ടത്. തലകറക്കം വരുന്ന, നടുവേദന വരുന്ന, ഹാർട്ട് അറ്റാക്ക് വരുന്ന, ഡയബറ്റീസ് വരുന്ന മനുഷ്യനെയല്ല നീ ദൈവമായി കാണേണ്ടത്. നിന്നെ പോലെ പിടിക്കരുതാത്ത കഴിച്ചാൽ ഡിസെൻട്രി വരുന്ന മനുഷ്യനെയല്ല, സർവശക്തനായ ദൈവം, ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തെ അത്രയാ നീ സേവിക്കേണ്ടത്. കൈകൾ ഉയർത്തി സ്തോത്രം പറയാൻ കഴിയുമോ? ഈ ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ടാ ഞങ്ങളിപ്പോൾ ഇതൊക്കെ പ്രസംഗിക്കണമെന്നും പെടുക്കപ്പാണെന്ന് വിചാരിച്ച് കയറി നിൽക്കുന്ന. പക്ഷേ ഞങ്ങളുടെ കർത്താവിൻ്റെ മഹത്വം അറിയുമ്പോൾ ഞങ്ങൾ അറിയാതെ ശബ്ദം ഉയർത്തുക. ഈ ദൈവം എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ഈ ഭൂമിയുടെ കോണ് നമ്മൾ കണ്ടിട്ടില്ല. ഭൂമി എത്ര വലുതാ? ഭൂമിയെപ്പോലെയുള്ള 13-14 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യകോളത്തിൽ കൊള്ളും എന്ന് പറയാം. അമ്മച്ചിമാർ കൊട്ടയ്ക്കകത്ത് പപ്പടം പൊള്ളിച്ചിരുന്ന പോലെ 14 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളും. അപ്പോൾ സൂര്യൻ്റെ വലിപ്പം എത്ര? അങ്ങനെ 13 ലക്ഷം 14 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെയുള്ള 2 ലക്ഷം 3 ലക്ഷം സൂര്യന്മാർ ആ പൊട്ടുപോലെ കാണുന്ന ഒരു നക്ഷത്രത്തിൽ കൊള്ളും. അപ്പൊ നക്ഷത്രത്തിന്റെ വലിപ്പം എത്ര? അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ, ഏതാണ്ട് 10,000 കോടി നക്ഷത്രം ചേരുന്നതാണ് ഒരു ഗാലക്സി. ചില ഗാലക്സികളിൽ 20 കോടി, 20,000 കോടി, 30,000 കോടിയും വരും. ഈ 10,000 കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ എളുപ്പമാണ്. സൂര്യൻ ഒരു സെക്കൻഡിൽ 200 മൈൽ യാത്ര ചെയ്യുന്നു. അതായത് തിരുവനന്തപുരത്തു നിന്ന് കൊച്ചിയിലെത്താൻ വരുന്ന ദൂരം ഒറ്റ കൈയ്യൊടിക്കുമ്പോൾ ഒരു സെക്കൻഡ്. അങ്ങനെ യാത്ര ചെയ്തിട്ടും നമ്മൾ ഉൾക്കൊള്ളുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ഒരു ഗാലക്സിയിൽ സൂര്യൻ ഇങ്ങേ വശത്തു നിന്ന് അങ്ങേ വശത്ത് ചെല്ലുവാൻ 25,000 വർഷമെടുക്കും. അങ്ങനെയെങ്കിൽ ഈ ഗാലക്സി എത്ര വലുതാ? അങ്ങനെ 1-2 അല്ലച്ച, കോടാനുകോടി ഗാലക്സി. ഈ ഭൂമിയിൽ എത്ര മണൽത്തരിയുണ്ടോ അത്രമാത്രം നക്ഷത്രങ്ങൾ ഈ ആകാശങ്ങളിലുണ്ട്. ഇവയെ സൃഷ്ടിച്ച ദൈവം, ഇവയെ പാലിക്കുന്ന ദൈവം,
ഇവയ്ക്ക് റൂട്ട് നിശ്ചയിച്ച ദൈവം. ഈ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കളാ ഈ രാത്രിയുടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചേ, ഈ ദൈവത്തിനൊരു സ്വർഗം ഉണ്ടാക്കുന്നതാണോ വലിയ കാര്യം? ഈ ദൈവത്തിനൊരു നരകം ഉണ്ടാക്കുന്നതാണോ വലിയ കാര്യം? ഈ ദൈവത്തിന് നിന്റെ രോഗം സൗഖ്യമാക്കുന്ന വലിയ കാര്യമാണോ? ഹല്ലേലൂയ. ഒന്നുകൂടെ സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം പറയാം. നീ എവിടെ വച്ച് കരഞ്ഞാലും അവിടെ ഇറങ്ങി വരുന്ന ദൈവം. ഒന്നുകൂടെ പറയുന്നു, ഈ രാത്രി ഇവിടെ വച്ച് കരഞ്ഞാൽ ഇവിടെ വച്ച് വിടുതൽ. ഇവിടെ വച്ച് മനസ്സ് വെക്കത്തില്ല. മെഡിക്കൽ കോളേജിൽ പോയാലേ മനസ്സ് വെക്കത്തുള്ളൂ, അവിടെ വെച്ചും വിടുതലാണ്. ചില ആളുകൾ സുവിശേഷ യോഗത്തിനൊന്നും മനസ്സ് വെക്കത്തില്ല. ചില ജയിലിൽ പോയാലേ ഗുണപ്പെടത്തുള്ളൂ. ഞാൻ ഇന്നാളിൽ 10 ജയിൽ പുള്ളികളെ നിരത്തി പ്രസംഗിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇവരോടൊക്കെ നേരത്തെ തമ്പുരാൻ സംസാരിച്ചാൽ പക്ഷേ ഗുണമായില്ല. ജയിലിൽ പോയിട്ടാണ് ഇവർ ഗുണപ്പെട്ടത്. അപ്പോൾ ജയിലിൽ പോയാലേ ഗുണമാകത്തുള്ളേ, അവിടെ കൊണ്ടിട്ട് ഗുണപ്പെടുത്തും. ഈ ദൈവദാസന്മാരൊക്കെ ചിലരോടൊക്കെ ദൂത് പറയുന്നത് കേട്ടിട്ടില്ലേ? മകനെ, ഞാൻ നിന്നെ കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറ്റുമെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ആംബുലൻസ് ആണെന്ന് തോന്നുന്നു. കയറിയിട്ടില്ലാത്ത കത്തുകയും കിടുകയും. അതിൽ മർമ്മം, ഈ കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറ്റി ഇറക്കും നിന്നെ. അല്ല, ദൈവം നിന്നെ നോട്ടമിട്ടാൽ നിന്നെ പിടിക്കാതെ അവൻ മാറില്ല. സ്തോത്രം കേട്ടില്ല? ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നോക്കിയവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ ഉപയോഗിക്കുന്നതല്ല ദൈവം. ദൈവം ആരെ നോട്ടമിട്ടോ അവനെ പിടിക്കാതെ മാറത്തില്ല. അതുകൊണ്ടല്ലേ നമ്മളൊരു സ്തോത്രം പറഞ്ഞത്. ഒരു യോന പോയ എത്ര യോനമാരെ ദൈവത്തിന് കിട്ടുമെന്ന്, പക്ഷെ തമ്പരം വിട്ടില്ല. പക്ഷെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം എന്തെല്ലാം പണി ചെയ്തു? അവൻ പ്രകൃതിയോട് കൽപ്പിക്കുന്നു, കടലിനോട് കൽപ്പിക്കുന്നു, കൊടുങ്കാറ്റിനോട് കൽപ്പിക്കുന്നു, മഹാമത്സ്യത്തോട് കൽപ്പിക്കുന്നു. അങ്ങനെ എന്തിനോടെ കൽപ്പിച്ചു? പിന്നെ ഞാൻ പറയാം. എന്നിട്ട് ഈ വേൽഷാർ കിണത്തിൽപ്പെട്ട നീല തിമിംഗലത്തോട് തമ്പുരാൻ പറഞ്ഞു, ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കണം. കപ്പലിൽ നിന്ന് ഒരുത്തനെ അങ്ങോട്ട് വലിച്ചെറിയും, അവനെ വിഴുങ്ങണം. വിഴുങ്ങിയ ഒരു കാര്യമുണ്ട്, വിഴുങ്ങിക്കോണം, പക്ഷേ പല്ലൊന്നും ദേഹത്ത് കൊള്ളരുത്. അവനെ ആമാശയത്തിൽ സൂക്ഷിക്കണം. ഒന്ന് ഈ മത്സ്യത്തിന് വന്നിട്ടുണ്ടോ, 3 ദിവസം അവനെ ദഹിപ്പിക്കരുത്. എന്തു പാടാ! ഗുണപ്പെട്ടവൻ ആർക്കൊക്കെയാണ് പണിയെടുക്കുന്നത് നോക്കി. അങ്ങനെ പോരാൽ പറ്റാതെ തിരികെ തരണം. അതാ ദൈവത്തിൻ്റെ പദ്ധതി, തിരികെ തരണം. അപ്പം പോയാൽ പോട്ടെന്ന് വെക്കുന്നതാണ് ദൈവം. അങ്ങനെയാണ് നമ്മളെയൊക്കെ ദൈവം തള്ളിയേനെ. നീ ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുമ്പോഴും നിന്റെ പുറകാലം നടന്ന് സ്നേഹിക്കുന്നവനായ യേശു. ഒന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയാം. നമ്മുടെ വിഷയത്തിലേക്ക് വേഗത്തിൽ വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മാർഗം മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗമാണ്. എവിടെ വച്ച് മനസ്സ് വെക്കുമോ അവിടെ വച്ച് വിടുതൽ. അതിനൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കൃത്യസമയത്ത് നിർത്തും. വായിക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 വാക്യങ്ങൾ വായിക്കാം വേഗത്തിൽ. ലൂക്കോസ് സുവിശേഷം 23-39 വാക്യങ്ങൾ. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കൈകൾ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് എന്റെ മുഖത്ത് നോക്കൂ. ഒരേ തെറ്റിന് ശിക്ഷിക്കപ്പെട്ടവരായി കാൽവറിയിലേക്ക് നടന്നീങ്ങുന്ന 2 കള്ളന്മാർ. കാൽവറിയിലേക്ക് അവർ ഒന്നിച്ചു പോയെങ്കിലും കാൽവറിയിൽ നിന്നുള്ളവരുടെ യാത്ര വ്യത്യസ്തമായിരുന്നു. ഒരുവൻ അന്ത്യനിമിഷത്തിൽ യേശുവിനെ ദുഷിച്ച്, നിന്ദിച്ച്, പരിഹസിച്ച്, ആക്ഷേപിച്ച് നരകത്തിലേക്ക് പോയപ്പോൾ മറ്റവൻ അന്ത്യനിമിഷത്തിൽ ഒരൊറ്റ നോട്ടം, ഒരൊറ്റ നിലവിളി പർദീസിലേക്ക് പറന്നുപോയി. യേശുവിൻ്റെ മാർഗം മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗമാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം പറയൂ. നിങ്ങൾ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. കാൽവറിയിൽ 3 കുരിശുകൾ, 3 വ്യക്തിത്വങ്ങൾ. 1 രക്ഷിക്കുന്ന യേശുവുള്ള കുരിശ്, 2 രക്ഷ ഏറ്റുവാകുന്നൊരു കള്ളൻ, 3 രക്ഷ തിരസ്കരിക്കുന്ന മറ്റൊരു കള്ളൻ. ഏത് സുവിശേഷ യോഗത്തിലും ഈ 3 കാര്യങ്ങൾ നടക്കും. ഈ വർഷത്തെ ഭാരതപ്പുഴ കൺവെൻഷനിലും ഈ 3 കാര്യങ്ങൾ നടക്കുന്നു. രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന യേശു ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ഏറ്റുവാങ്ങി മടങ്ങാം,
അല്ലെങ്കിൽ പുറംകാലുകൊണ്ട് തട്ടി ശിക്ഷ ഏറ്റുവാങ്ങി മടങ്ങാം. കാൽവറിയിലേക്ക് നിങ്ങൾ നോക്കുക. കാൽവറിയുടെ രണ്ട് വശത്തു നിന്നും രണ്ട് വിളികൾ ഉയരുന്നു. ഒരു വശത്തു നിന്ന് വെല്ലുവിളി, മറുവശത്തു നിന്ന് നിലവിളി. എന്താണ് വെല്ലുവിളി? നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. മറുവശത്ത് നിലവിളി. എന്താണ് നിലവിളി? യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഹല്ലേലൂയ. യേശു കർത്താവ് ആ വെല്ലുവിളിക്ക് മറുപടി കൊടുത്തില്ല. എന്നാൽ ആ നിലവിളിക്ക് മറുപടി കൊടുക്കാതെയും ഇരുന്നില്ല. ഈ ലോകത്തിൻ്റെ 5 വൻകരയിൽ നിന്നും ഈ രണ്ട് വിളികളും ഉയരുന്നു. ഒരു വശത്ത് വെല്ലുവിളി, ദൈവമുണ്ടെങ്കിൽ, ദൈവത്തിന് ജീവനുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. പക്ഷേ ദൈവം വെല്ലുവിളിക്ക് മറുപടി തരുന്നവനല്ല. എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളിപ്പാൻ തുടങ്ങിയാൽ സ്വർഗത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. പോരാ, ശക്തിയോടെ നമ്മുടെ കരങ്ങളെ അടിച്ച സന്തോഷത്തോടെ സ്തോത്രം പറ. എപ്പോഴൊക്കെ ഞാൻ നിലവിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പരസ്യമായി പറയാൻ കഴിയുള്ള ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഭൂമിയിൽ ഇന്ന് നിലവിളിയുണ്ട്, വെല്ലുവിളിയുമുണ്ട്. ഒത്തിരി ആളുകൾ ദൈവത്തെ വെല്ലുവിളിക്കുന്നു. ചിലർ പറയുന്നു ദൈവം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. ഈ അടുത്ത കാലത്തൊരു നിരീശ്വരവാദി പറഞ്ഞു, ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വയസ്സായിപ്പോയി, ആ ദൈവത്തിൻ്റെ കണ്ണ് കാണുന്നില്ല, അതുകൊണ്ടാണ് ഈ അക്രമമൊക്കെ നടക്കുന്നത്. ഒരു കാര്യം പറയാൻ, ഞങ്ങളുടെ ദൈവത്തിന് കണ്ണ് കാണാതായിട്ടില്ല. അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനമുള്ളവനല്ല. അവൻ അനന്യനായ ദൈവമാ, അനാദ്യനായ ദൈവമാ, സർവത്തെയും തൻ്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്ന ദൈവമാ. പക്ഷേ ഇപ്പോൾ അടിതരാത്തതിന് കാരണം ഇത് ന്യായവിധിയുടെ സമയമല്ല. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നുണ്ട്. അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളയും. ഇത് ന്യായവിധിയുടെ സമയമല്ല, ഇത് കൃപയുടെ കാലമാ. ആമേൻ. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ വിഷയം, ഒരു നിരീശ്വരവാദി വെല്ലുവിളിച്ചു ഈ അടുത്ത കാലത്ത്. എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങോട്ട് നോക്കിയേ. ഒരു പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് അയാൾ വെല്ലുവിളിക്കുകയാണ്. ഞാനിവിടെ നിന്ന് അയാൾ പറയാൻ 1, 2, 3, 20 വരെ എണ്ണും. ദൈവമുണ്ടെങ്കിൽ ഞാൻ 20 വരെ എണ്ണിക്കഴിയുമ്പോൾ എൻ്റെ തലയിൽ ഒരു ഇടിവാൾ വെട്ടണം. നിരീശ്വരവാദി പറഞ്ഞു. എന്നിട്ട് അയാൾ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 20 വരെ എണ്ണി. ഇടിവാൾ വെട്ടിയില്ല. കണ്ടോ കണ്ടോ കണ്ടോ, ദൈവമില്ല. ഞാനതിനെക്കുറിച്ച് പറയുന്നത്, 4 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചൻ വെട്ടുകത്തിയെടുത്ത് അപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു തിരിക്കട്ടെ, പപ്പായ്ക്ക് ആണത്തമുണ്ട്, പപ്പായ്ക്ക് തൻ്റെ ഇടമുണ്ട്, പപ്പായ്ക്ക് ധൈര്യമുണ്ട്, എൻ്റെ തലക്കിട്ട് വെട്ട് എന്ന് പറയുന്നവരേ ഉള്ളൂ. ദൈവം ഉണ്ട് ഇടിവാൾ വെട്ടാൻ പറയുന്നത്. മോനെ, പപ്പ ധൈര്യമില്ലാഞ്ഞിട്ടല്ല, പപ്പായ്ക്ക് ധൈര്യമുണ്ട്, പപ്പായ്ക്ക് ഉറപ്പുണ്ട്, പപ്പായ്ക്ക് ആണത്തമുണ്ട്. പപ്പ നിൻ്റെ കൂട്ട് പിത്തശൂല പിടിച്ചവനല്ല, നീ പറയുമ്പം വെട്ടാൻ. എന്നാൽ ഈ വെല്ലുവിളിക്കുന്ന കുഞ്ഞ് കാല് കല്ലിൽ തട്ടി താഴെ വീണ് കരയട്ടെ, പപ്പായുടെ കരം നീണ്ടു വരുവനെ എടുക്കാൻ. വെല്ലുവിളിയിൽ ദൈവം ഇറങ്ങില്ല, നിലവിളിയിൽ അവൻ ഇറങ്ങാതെയും ഇരിക്കില്ല. എത്ര പേർക്ക് കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും? ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാക്ക് ഞാൻ പറയാം സുഹൃത്തേ. ദൈവത്തിന് നിന്നെ കൊല്ലാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് ഇടിവാൾ വെട്ടേണ്ട ആവശ്യമില്ല. ബീമോനച്ചൂടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അടുത്ത വാചകം പറയും മുമ്പ് കൊണ്ടുപോയിരിക്കും. 250 ഡോക്ടർമാരിവിടെ ഉണ്ടെങ്കിലും അവർക്കെന്നെ സഹായിപ്പാൻ കഴിയില്ല. യോബിന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു, യഹോവേ, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. ബീമോനച്ചൂടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതെ ദൈവത്തിൻ്റെ കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളുന്നു. ഒരു തവണ ദൈവകരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു വീഴും. 1500 ഡോക്ടർമാരുണ്ടെങ്കിലും അവർക്കെന്നെ സഹായിപ്പാൻ കഴിയില്ല. സഹോദര, നിന്റെ ശ്വാസം പരിപാലിക്കുന്ന ദൈവം, സഹോദരി, നിന്റെ ശ്വാസം പരിപാലിക്കുന്ന ദൈവം, നിന്റെ മടിയിരിക്കുന്ന കുഞ്ഞിൻ്റെ ശ്വാസം പരിപാലിക്കുന്ന ദൈവം, അവൻ്റെ കരുണയോർത്തി രാത്രിയറ്റവർക്ക് അവനെ സ്തുതിപ്പാൻ കഴിയും. ഡൽഹിയിൽ ഒരു കൂട്ടം
മനുഷ്യപിശാചുക്കളാൽ മനുഷ്യമൃഗങ്ങളാൽ പിച്ചി ചിന്തപ്പെട്ട ഒരു പെൺകുട്ടി. ഡോക്ടർമാർ അവൾക്ക് നിർഭയ എന്ന് പേരിട്ടു. പത്രക്കാർ, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അതിവിദഗ്ധരായ ഡോക്ടർമാർ ഒരു വലിയ പ്ലെയിൻ ഹോസ്പിറ്റലാക്കി മാറ്റി സിംഗപ്പൂരിലേക്ക് അവളെ കൊണ്ടുപോയി ജീവൻ നിലനിർത്താൻ. ഞാൻ സിംഗപ്പൂരിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റൽ കാണുമെന്ന് പറഞ്ഞു. വളരെ മനോഹരമായ ഹോസ്പിറ്റൽ, അമേരിക്കക്കാരുടെ ഹോസ്പിറ്റൽ. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടേഴ്സും അവിടുത്തെ ഡോക്ടേഴ്സും ചേർന്ന് ഈ പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ നോക്കി. പക്ഷേ ഇത് പറന്നകന്നു പോയി. ആ ഹോസ്പിറ്റലിന്റെ പ്രധാന ഫീഷ്വരൻ, പ്രധാന ഡോക്ടർ, ആ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥൻ മലയാള മനോരമ പത്രത്തിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു. നിങ്ങൾ വായിച്ചു, സപ്ലിമെന്റിൽ, സൺഡേ സപ്ലിമെന്റ് വന്നു. അയാൾ പറഞ്ഞ ആദ്യത്തെ വാചകം കേൾക്കണോ? ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് യാത്രാമൊഴി ചൊല്ലാനേ കഴിയൂ. ഹല്ലേലൂയ. സഹോദരാ, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തി കൊണ്ടല്ല, നിന്നെ നോക്കുന്ന ഡോക്ടറെ മിടുക്കുകൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം പറയുന്നത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്തത് കൊണ്ടാ. ഒന്നുകൂടെ കരങ്ങളടിച്ച് ശക്തിയോടെ സ്തോത്രം പറയൂ. യെസ്. പിന്നെ ശ്രദ്ധിച്ചോ, ഈ ദൈവത്തിന് നിന്നെ കൊല്ലണമെങ്കിൽ, ഒരു മാധ്യമം വേണമെങ്കിൽ, അതിന് ഇടിവാളിനോടൊന്നും പറയണ്ട, വേണ ഇടിവാളിനെ അയക്കും. ദൈവത്തിന് മനുഷ്യനെ കൊല്ലാൻ ഒരു മാധ്യമം വേണമെന്നിരിക്കട്ടെ. അങ്ങനെ വേണമെങ്കിൽ നീ കാണാതെ നിന്റെ കാഴ്ചവട്ടിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന കൊച്ചുറുമ്പിനോട് ദൈവം കൽപ്പിച്ചാൽ മതി അവനെ കടിച്ചു കൊല്ലാൻ. ദൈവം കൽപ്പിക്കുന്ന ഉറുമ്പ് കടിച്ചാലും നീ ചാവും. ഞാൻ അബുദാബിയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അന്ന് ഒരു മലയാളി ഉറുമ്പ് കടിയേറ്റു മരിച്ചെന്ന് പത്രത്തിൽ വാർത്ത. എന്നിട്ട് ഈ വർഷം ഉറുമ്പ് കടിയേറ്റു മരിക്കുന്ന 18ാമത്തെ ആള്. അപ്പോൾ ഉറുമ്പ് കടിയേറ്റാലും ചാകും. എന്തിനാ? നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോഴേ പ്രവാചക ഭാഷ ഈ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന കൊതുകുണ്ടല്ലോ, കൊതുക്, അത് കടിച്ചാൽ പോരെ? ചിക്കൻ കുനിയാവാൻ എത്ര എണ്ണം മരിച്ചു? അപ്പോൾ കൊതുക് കടിക്കാഞ്ഞിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീരാത്തതുകൊണ്ട്. പോരാ, ശക്തിയോടെ പോലെ, ശക്തിയോടെ. ഈ ദൈവം കൽപ്പിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ അനുസരിക്കും. ഞാൻ മുമ്പ് യോനയുടെ പുസ്തകം പറഞ്ഞില്ലേ, അവൻ കൽപ്പിക്കുന്നു, കൊടുങ്കാറ്റടിക്കുന്നു, അവൻ കൽപ്പിക്കുന്നു, മഹാമത്സ്യം വരുന്നു, അവൻ കൽപ്പിക്കുന്നു, ഒരാവണൊക്കെ വളർന്നു വരുന്നു, കിളുത്തല്ല, വളർന്നു വരുന്നു. ഞാൻ പറയാറുണ്ട്, നിന്നെ ഒരു വൻവൃക്ഷമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് ഒറ്റ രാത്രി മതി. ഒരു വൻവൃക്ഷത്തെ വിളിച്ചു വരുത്തുന്നു. അടുത്തതെന്താ? അവൻ കൽപ്പിച്ചപ്പോൾ ഒരു പുഴു വന്നു. എന്താ വന്നു? ഒരു പുഴു. ആ വൻവൃക്ഷത്തെ, ആ പുഴു ഒറ്റ രാത്രി കൊണ്ട് വേരോടെ ഉണക്കിക്കളഞ്ഞു. നീ എത്ര വൻവൃക്ഷമാണെങ്കിലും നിന്നെ വേരോടെ ഉണക്കാൻ ദൈവത്തിനൊരു രാത്രി മതി. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയുവാൻ കഴിയും? ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്, ദൈവത്തെ വെല്ലുവിളിക്കരുത്. വേദവസം പറയുന്നു, തിരുമനസിന്റെ ശ്വാസവും കൈവശമുള്ള ഒരുവനുണ്ട്. ഞങ്ങളോട് പ്രസംഗിക്കുമ്പോൾ സകല സാമ്രാട്ടുകളുടെയും, സകല രാജാക്കന്മാരുടെയും, സകല പ്രസിഡന്റുമാരുടെയും, സകല പ്രധാനമന്ത്രിമാരുടെയും ശ്വാസം കൈവശമുള്ളവന്റെ വകയാ ഇതിനകത്തൂടെ പ്രസംഗിക്കുന്നത്. എത്ര പേർക്ക് കൈയാട്ടി സ്തോത്രം പറയാൻ കഴിയും? അപ്പോൾ ഞാൻ പറഞ്ഞ സാരം, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടുകനും കുറ്റിക്കാറ്റിലൂടെ പാഞ്ഞു പോകുന്ന രാജവമ്പാലയും കൊച്ചുറുമ്പും കൊച്ചു കൊതുകും തമ്പുരാന്റെ കൽപ്പന ശിരസ വഹിപ്പാൻ കാതോർത്തിരിക്കുന്നു. ദൈവത്തെ വെല്ലുവിളിക്കരുത്. പക്ഷേ ദൈവം വെല്ലുവിളിയിൽ ഇറങ്ങി വരില്ല. തൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളിച്ചാൽ സ്വർഗം അവിടെ അടങ്ങിയിരിക്കില്ല. എത്ര പേർക്ക് കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറയുവാൻ? ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. എന്താണ് കാൽവറിയിലെ വെല്ലുവിളി? അവൻ പറയുന്നു, നീ ക്രിസ്തു അല്ലയോ? അവന് സംശയമാണ്. നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഇപ്പോൾ ക്രൂശിൽ ഇറങ്ങി വരിക. അവൻ ആവശ്യപ്പെട്ടത് ശാരീരിക രക്ഷയാണ്. ഇപ്പോൾ ഇറങ്ങി വരണം, ഞങ്ങളെ രക്ഷിക്കണം. വീട്ടിൽ പോയി വായിക്കണം. എന്നാൽ മറ്റവൻ എന്താ പറഞ്ഞത്? യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമെന്നാണോ? എന്നെ ഓർക്കണം. അപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് ആത്മീയ രക്ഷയാണ്. ആ പദമൊക്കെ ശ്രദ്ധിക്കണം.
അതുവരെ നാമോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ രക്ഷയുടെ കാര്യം വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഓർക്കണമെന്നല്ല, എന്നെ ഓർക്കണം. രക്ഷയുടെ കാര്യത്തിൽ കൂട്ടുകൃഷിയില്ല. ഒറ്റയൊറ്റ വ്യക്തികൾ യേശുവിൻ രക്ഷിതാവായി സ്വീകരിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനാണ് അധികാരം നൽകിയിരിക്കുന്നത്. രക്ഷ വ്യക്തിപരമാണ്. രക്ഷ വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കുമെന്നൂടെ ഞാൻ പറയാം. ഒരുവൻ ആവശ്യപ്പെട്ടു, ശാരീരക്ഷ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക, ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. അവൻ ആവശ്യപ്പെട്ട ശാരീരക്ഷയാണ്. മറ്റവൻ പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പം എന്നെ ഓർക്കണമേ. എത്ര പേർക്ക് ആ കൈ ഒന്ന് ഉയർത്തി സ്തോത്രം? അങ്ങ് വരെ കൈ ഉയർത്തട്ടെ എന്ന് രാത്രി. സുഹൃത്തേ, ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആകത്തുകയാ നസ്രയനായ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു വശത്ത് കിടന്ന കള്ളം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയോ? അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ, യേശുവേ, നീയും മരിക്കും, ഞാനും മരിക്കും, നീയും അടക്കം ചെയ്യപ്പെടും, ഞങ്ങളും കല്ലടക്കം ചെയ്യപ്പെടും. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ കല്ലറയിൽ വിശ്രമിക്കും. നിന്നെ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയില്ല. നീ മരണത്തെ തകർക്കും, നീ ഉയർക്കും, നീ സ്വർഗത്തിലേക്ക് പോകും, നീ രാജാതിരാജാവായി മടങ്ങി വരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ശക്തിയോട് കരമടിച്ച് ദൈവത്തെ സൂചിച്ചാട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു മരിച്ചവനെങ്കിലും മരണത്തെ തകർത്തുയർത്തവൻ തന്നെ. കൈകൾ അടിച്ച് സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം പറയൂ. ശക്തിയോടെ. ഇത് പറഞ്ഞില്ലേ പ്രസംഗം പൂർണ്ണമാകില്ല. ലോകത്തിലെ അനേക മഹാരഥന്മാർ, സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രസംഗിക്കുന്നത് ഈ ദേശത്ത് കേൾക്കാനാ. ഒത്തിരി മഹാരഥന്മാരുടെ മരിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ട്. ചരിത്രം സൃഷ്ടിച്ചവർ, ലോകഗതി മാറ്റിവെച്ചവർ, ഭൂമി കീഴ്മേൽ മറിച്ചവർ, നിരവധി കണ്ടുപിടുത്തം നടത്തിയവർ, മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തവർ, വിപ്ലവ ആശയങ്ങൾ പ്രചരിപ്പിച്ചവരൊക്കെ ഇവിടെ ജനിച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസറയനായ യേശു പലതുകൊണ്ടും വ്യത്യസ്തനാണ്. നിരവധി കാര്യമുണ്ടെങ്കിലും അതിപ്രധാനമായി 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ വിടാം. 1, ഈ ഭൂമിയിൽ ജനിച്ച സകല മഹാരഥന്മാരും ഇവിടെ ജീവിപ്പാനായി വന്നു. നിവർത്തിയില്ലാത്തത് കൊണ്ട് അവർ മരിച്ചു. എല്ലാ മഹാരഥന്മാരും നോക്ക്, അവർ മരിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർമാരുടെ കാലിൽ വീണു, ചിലപ്പോൾ ഒളിച്ചിരുന്നു, എന്നെ വിടല്ലേ എന്ന് കരഞ്ഞു. നിവർത്തിയില്ലാത്തത് കൊണ്ട് മരണത്തിന് കീഴടങ്ങി. യേശു 33 വയസ്സിൽ കാൽവരിയിൽ മരിക്കുമ്പോൾ നിവർത്തിയില്ലാത്തത് കൊണ്ട് മരിക്കുകയല്ലായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഭൂമിയിലെ സകല മഹാരഥന്മാരും ഇവിടെ ജീവിപ്പാൻ വന്നു. നിർവാഹമില്ലാത്തതുകൊണ്ട് മരിച്ചു. എന്നാൽ ഇവിടെ മരിപ്പാനായി വന്ന ഒരുവനുണ്ട്, ഒരുവനേ ഉള്ളൂ. അവനെത്ര? നാസറയനായ യേശു. നന്നായി കൈയടിച്ച കുഞ്ഞെ ശക്തിയോടെ അവനെ ആരാധിക്കുക. 1, 2, ഈ ലോകത്തിൽ മരിച്ചു മൺമറഞ്ഞു പോയ ഒരൊറ്റ മഹാരഥന്മാരും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസറയനായ യേശു മരണത്തെ തകർത്തുയർത്ത് ജീവിക്കുന്നു. കൈയാൾ ആട്ടിയ ദൈവത്തെ സ്തുതിക്കൂ. ലോകത്തിലെ അനേക മഹാരഥന്മാരുടെ സെമിത്തേരികൾ കാണാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. 2 ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ച ജർമ്മനിയിലെ കൊളോൺ എന്ന പട്ടണത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 100 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വലിയ പള്ളി, ഒരു സ്ഥലത്തൊരു പള്ളി നിൽപ്പുണ്ട്. ഓരോ പണിയും കൊത്തുപണി ചെയ്താണ്. ആ പള്ളിയുടെ അടിയിൽ സെമിത്തേരിയാണ്. ജർമ്മൻ ചാൻസലർമാരുടെ, കോടീശ്വരന്മാരുടെ കല്ലറ ഇവിടെ കാണാം. ഫ്രാൻസിന്റെ തലസ്ഥാനമായി പാരീസിൽ ചെന്നാൽ ഫ്രാൻസിലെ യുദ്ധവീരന്മാരുടെ കല്ലറ ഇവിടെ കാണാം. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ഇരിക്കുന്ന വല്ല ഇവിടെ ചെന്നിട്ടുണ്ട്, ഞാനും പോയി നിന്നിട്ടുണ്ട്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ കോടീശ്വരന്മാരുടെ, ഭരണാധികാരിയുടെ കല്ലറ ഇവിടെ കാണാം. റെസ്കോറിൽ ചെന്നാൽ റഷ്യയിലെ നേതാക്കന്മാരുടെ കല്ലറ കാണാം. ഡൽഹി ശക്തിസ്ഥലിൽ ചെന്നാൽ നമ്മുടെ മഹാത്മജി ഉൾപ്പെടെയുള്ളവരുടെ കല്ലറ അവിടെ കാണാം. മക്കയിൽ ചെന്നാൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് നബിയുടെ കല്ലറ അവിടെ കാണാം. വർക്കലയിൽ ചെന്നാൽ ശ്രീ നാരായണ ഗുരുസ്വാമിയുടെ കല്ലറ അവിടെ കാണാം. പ്രിയ സ്നേഹിതരെ, പ്രിയ സുഹൃത്തുക്കളെ, ലോകത്തിൽ ഞാൻ കണ്ട സകല മഹാരഥന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു മെയ് മാസം 28-ാം തീയതി ഞാൻ പാലസ്തീനിൽ പോകുകയുണ്ടായി.
അവിടെ ഒരു കല്ലറ ഞാൻ കണ്ടു. ആ കല്ലറ തുറന്നു കിടക്കുന്നു. ഓ, ആ കല്ലറ മറ്റാരുടെയുമല്ല, അത് നാസറേയനായ യേശുവിന്റെ കല്ലറയാണ്. കൈകളടിച്ച സന്തോഷത്തോടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഒന്നുകൂടെ പറയാ. ഞാൻ കണ്ടിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള സകല മഹാരഥന്മാരുടെയും കല്ലറയുടെ പുറത്ത് മാർബിൾ ശിലാഫലകത്തിൽ അവരുടെ ജനനം, അവരുടെ മരണം, അവരുടെ അടക്കം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന നാസറേയനായ യേശു ക്രിസ്തുവിന്റെ കല്ലറയുടെ പുറത്തല്ല, അവന്റെ കല്ലറയുടെ അകത്തെഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ച കർത്താവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ജീവിക്കുന്ന കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ, മടങ്ങി വരാൻ പോകുന്ന കർത്താവിനെ. ഇന്ന് രാത്രി അവൻ്റെ സാന്നിധ്യത്തോടെ ഒന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ സ്തോത്രം പറയൂ. 3, ലോകത്തൊറ്റ മഹാരഥനും മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയിട്ടില്ല. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്, മുസോളിനി പറഞ്ഞില്ല, കാറൽ മാർക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സഞ്ജയ്ജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, മടങ്ങി വരാമെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈയുയർത്തി സ്തോത്രം പറയാം. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ഒരു കള്ളൻ ചോദിച്ചു, നീ ദൈവപുത്രനെങ്കിൽ ചാടി ഇറങ്ങ്. വേണമെങ്കിൽ യേശുവിന് ചാടി ഇറങ്ങാമായിരുന്നു. ഒരു സഹോദരി കേരളം മുഴുവൻ നടന്ന് ഇങ്ങനെ വെല്ലുവിളിക്കാറുണ്ട്, നിങ്ങളുടെ യേശുവിന് അവനെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, പിന്നാണല്ലോ നിങ്ങളെ രക്ഷിക്കുന്നേ. പേരൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങൾക്കറിയാം. പ്രിയ സ്നേഹിതരെ, ഞങ്ങളുടെ കർത്താവിന് വേണമെങ്കിൽ ചാടി ഇറങ്ങാമായിരുന്നു. ചാടി ഇറങ്ങിയിരുന്നെങ്കിൽ ഈ സുവിശേഷം ഇവിടെ നടക്കത്തില്ല, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇവിടെ കൂടത്തില്ല, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു. യേശു കർത്താവ് വെല്ലുവിളിക്ക് മറുപടി കൊടുത്തുകൊണ്ട് ചാടി ഇറങ്ങിയിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പില്ലാതെയാകുമായിരുന്നു. യേശു ചാടി ഇറങ്ങാഞ്ഞതിനാൽ ഞാൻ അവന് സ്തോത്രം പറയുന്നു. സകല മനുഷ്യവർഗത്തിനെയും പ്രതിയായി കുരിശിൻ്റെ ഒരവറ്റത്ത് നിന്നുകൊണ്ട് ഒരുവൻ നിലവിളിച്ചു, യേശുവേ എന്നെ ഓർത്തുകൊള്ളണമേ. അവൻ ചാടി ഇറങ്ങിയില്ല, മനസ്സോടവൻ ക്രൂശിനായി ഏൽപ്പിക്കപ്പെട്ടു. നമ്മുടെ പാപം നിമിത്തവൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് ഡിസ്ട്രിക്ട് കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ യേശു കർത്താവ് വാളെടുത്ത പത്രോസ് പറഞ്ഞു, വാളൽ ഉറവിട്, ഞാൻ കൽപ്പിച്ചാൽ, ഞാൻ കൈഞ്ഞൊടിച്ചാൽ 12 ലഗ്യോൻ ദൂതന്മാരോട് വരും എന്ന് പറഞ്ഞാൽ 70,000 ദൂതന്മാർ. ഒരു ദൂതൻ അശൂർപ്പാളത്തിലിറങ്ങി കൈഞ്ഞൊടിച്ചപ്പോഴേ 1,85,000 താഴെ വീണു. അത്ര ശക്തിയുള്ള 70,000 ദൂതന്മാർ ഞാൻ കൈയൊടിച്ചാൽ ഇറങ്ങി വരും. അത് നിന്റെ വാളൊന്നും വേണ്ടായിരിക്കേ. എന്നാൽ എന്താ, ഇത് ഇരുളിൻ്റെ വേളയാ, ഇരുട്ടിൻ്റെ വേളയാ. യേശു നമ്മുടെ പാപം നിമിത്തം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു വശത്ത് കിടന്ന കള്ളനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് പെരുങ്കള്ളനായ സാത്താനാണെന്നാണ്. കാരണം ക്രൂശുമരണം അവൻ്റെ തല പോകുന്ന ഏർപ്പാടാണെന്ന് സാത്താൻ ആദ്യം മനസ്സിലായില്ല. സാത്താൻ എപ്പോഴും പിൻബുദ്ധിക്കാരനാണ്. യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സാത്താന് മനസ്സിലായത് വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന്. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, ക്രൂശിക്കിടന്നൊരു കള്ളൻ്റെ അകത്തേക്ക് അവൻ ചാടിക്കയറി. എന്നിട്ട് ഒറ്റ വെല്ലുവിളി, നീ ദൈവപുത്രനെങ്കിൽ ഇപ്പോൾ ചാടി ഇറങ്ങ്. കർത്താവിന് മനസ്സിലായി പഴയ പാമ്പായി പറയുന്നത്. കാരണം യേശു പരശുശ ആരംഭിച്ചപ്പോൾ അവൻ ആദ്യം വന്ന് ചോദ്യം ചെയ്താ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കേ. ഈ എങ്കിൽ എന്ന് ദൈവവിഷയത്തോടെ കൊണ്ടുവരുന്ന എല്ലാ സാത്താന. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്നാ കുഴപ്പം, സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്നാ കുഴപ്പം, വേർപെട്ടില്ലെങ്കിൽ എന്നാ കുഴപ്പം. കർത്താവ് പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ ഈ രാത്രി നീ വിടുതൽ കാണും. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഭാരതപ്പുഴക്കാരോട് വിളിച്ചു പറയട്ടെ, The last temptation of Jesus Christ, യേശു ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം. കസാന്ത സാക്കിസ് എന്ന ഒരുവൻ ഒരു പുസ്തകം എഴുതി. അത് 6-ാം തിരുമുറ വന്ന വേളയിൽ ഇവിടെ പ്രസിദ്ധീകരിച്ചു. അവർ പറഞ്ഞത് The last temptation of Jesus Christ, യേശു ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം യേശുവിൻ്റെ കുരിശിൻ്റെ മൂട്ടി നിന്ന 2 പെണ്ണുങ്ങളായിരുന്ന. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പറയട്ടെ, The last temptation of Jesus Christ, യേശു ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം യേശുവിൻ്റെ കുരിശിൻ്റെ മൂട്ടി നിന്നവരല്ല, കുരിശിൻ്റെ കിടന്ന കള്ളന്മാരായിരുന്നു. ഒരു വശത്തുനിന്ന് വെല്ലുവിളി, നീ ദൈവപുത്രനെങ്കിൽ ചാടി ഇറങ്ങ്. മറുവശത്ത് നിലവിളി, യേശുവേ എന്നെ ഓർക്കണേ. അതായിരുന്നു ലാസ്റ്റ് ടെംപ്റ്റേഷൻ. ഒന്നിൽ ചാടി ഇറങ്ങാം, അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടാം. ഈ രാത്രി ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസറേയനായ യേശു പ്രലോഭനങ്ങളിൽ പരാജയപ്പെട്ടവനല്ല, അവൻ പ്രലോഭനങ്ങളിൽ ജയിച്ച കർത്താവാണ്. അവൻ പരീക്ഷകളിൽ പരാജയപ്പെട്ടവനല്ല, അവൻ പരീക്ഷയിൽ ജയിച്ചവനാണ്. അവൻ സാത്താന് മുട്ടുകുത്തിയവനല്ല, അവൻ സാത്താനെ മുട്ടുകുത്തിച്ചവനാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി നമുക്ക് ജയമുണ്ട്.
കൈകൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറയാം. ഒരുവൻ വിളിച്ചു ചോദിച്ചു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ നീ ഓർക്കണേ. എന്താ യേശുവിൻ്റെ മറുപടി? രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർക്കാമെന്നാണോ? പറഞ്ഞാട്ടാണോ? അടുത്ത വർഷം ഓർക്കാമെന്നാണോ? അല്ല. യേശുവിൻ്റെ മറുപടി, ഇന്ന് നീ എന്നോടുകൂടി പർദീസയിൽ ഇരിക്കും. ഈ നിമിഷം മനസ്സ് വെച്ചവണ്. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന് നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ, യേശുവിന് നിന്നെ സൗഖ്യം തരാൻ മറ്റൊരാളോട് മൂപ്പി ചോദിക്കണ്ട. അതാ യേശു ദൈവമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മനസ്സ് വെച്ചാൽ വിടുതൽ, മനസ്സ് വെച്ചാൽ സൗഖ്യം. കൈകളൊന്നുകൂടെ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയാം. യേശു ആ രോഗിയോട് വെച്ച് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, എനിക്കാരുമില്ല. യേശുവിനോട് ആളുണ്ടോ എന്നല്ല, മനസ്സുണ്ടോ എന്നാണ് ചോദിച്ചേ. അവൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല. യേശു പറഞ്ഞു, കിടക്ക, എടുത്ത് നടക്ക. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. യേശു പറഞ്ഞ മാത്രയിൽ അവൻ്റെ ഞാടി ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിച്ചു. അവൻ കുതിച്ച് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. അവൻ കിടന്നത് പക്ഷപാതക്കാരൻ്റെ കൂടെ, മുടന്തൻ്റെ കൂടെ, ക്ഷയരോഗിയുടെ ഒക്കെയാണ്. പക്ഷേ യേശു സൗഖ്യമാക്കിയപ്പോൾ പിന്നെ കുരുടൻ്റെ കൂടെ കിടന്നില്ല, പിന്നെ മുടന്തൻ്റെ കൂടെ കിടന്നില്ല, പിന്നെ പക്ഷപാതക്കാരൻ്റെ കൂടെ കിടന്നില്ല. പിന്നെ അവനെ ദൈവാലയത്തിൽ കണ്ടു. വിടുതൽ ലഭിച്ചവൻ വിടുതൽ ലഭിച്ചോടൊപ്പം ദൈവത്തെ ആരാധിക്കണം. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. യേശു പറഞ്ഞ മാത്രയിൽ അവൻ്റെ ഞാടി ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിച്ചു. ഞാൻ ഇന്ന് രാത്രി എൻ്റെ പ്രഭാഷണം അവസാനിക്കും പറയട്ടെ. ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസറയനായ യേശു മരണത്തിന്മേലും മരിച്ചവരുടെ മേലും അധികാരമുള്ളവനാണ്. അവൻ രോഗത്തിന്മേലും രോഗിയുടെ മേലും അധികാരമുള്ളവനാണ്. അവൻ പ്രകൃതിയുടെ മേലും പ്രകൃതി ശക്തിയുടെ മേലും അധികാരമുള്ളവനാണ്. ഈ രാത്രിയിൽ അവൻ വാക്ക് കൽപ്പിച്ചാൽ നിനക്ക് സൗഖ്യം വരും. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം പറയാം. യേശുവിനോട് മനസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്കാരുമില്ല. അത് പറഞ്ഞിട്ട് ഈ പ്രഭാഷണം ഞാൻ ക്ലോസ് ചെയ്യും. എനിക്കാരുമില്ല. സത്യത്തിൽ ബെഥസ്ദാ കുളക്കടവിൽ കിടന്ന രോഗിക്ക് സൗഖ്യമാകാൻ തടസ്സം ആളില്ലാത്തതായിരുന്നെങ്കിൽ നമുക്ക് ഭാരതപ്പുഴയിൽ പലർക്കും തടസ്സം ആളുള്ളതാണ്. അവർ പറയുന്നു, എനിക്ക് സൗഖ്യമാകണമെന്നുണ്ട്, രക്ഷിക്കപ്പെടണമെന്നുണ്ട്, സ്നാനപ്പെടണമെന്നുണ്ട്, വേർപെട്ട് ആരാധി. പക്ഷേ ഇന്നാരൊക്കെ ഇന്നിടത്തൊക്കെ നിൽക്കുകയല്ലയോ, അവരെയൊക്കെ വിട്ട് എങ്ങനെ എടുത്ത് ചാടുന്നേ? സ്തോത്രം. ആളുള്ളതാ കുഴപ്പമില്ലേ? മനസ്സിലായില്ലേ? ഈ ആളൊക്കെ എവിടെ വരെ വരുമെന്നറിയാമോ? എവിടെ വരുമെന്നറിയാമോ? നിന്റെ സ്വന്തവും ബന്ധമൊക്കെ മരണം ശവക്കുഴി വരെ മാത്രം. എൻ്റെ ഭാഷയിൽ പറയാം, ഈ നിങ്ങൾക്ക് ഒപ്പത്തിന് ധനമുണ്ടെങ്കിൽ സ്വന്തവും ബന്ധമെന്ന് പറയാൻ ആളൊക്കെ കാണില്ലേ? ആരും കാണില്ല. ബൈബിളിലൊരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ കൈയുയർത്തി പറ. അവൻ്റെ നീ താഴ്ചയിലെങ്കിൽ, നിൻ്റെ കുടുംബം താഴ്ചയിലെങ്കിൽ, നിൻ്റെ കുഞ്ഞുങ്ങൾ താഴ്ചയിലെങ്കിൽ ആരും ഓർക്കില്ല. പക്ഷെ നമ്മുടെ താഴ്ചയിൽ ഓർക്കുന്ന ഒരുവനുണ്ട്. അവൻ എത്രയും നസ്രയനായ യേശു. കൈയാട്ടിയൊരു സ്തോത്രം എന്ന് പറഞ്ഞ് എനിക്കിവരെപ്പോൾ പാടാനെന്ന് പറയില്ല. രണ്ട് ലൈനൊന്ന് പറഞ്ഞു നോക്കാം ഞാൻ. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നുപോകും. ഒന്ന് കയ്യെങ്കിലും അടി. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നുപോകും. മരണത്തിൻ കൂരിരിൽ താഴ്വരാ കഴിവോളും പിരിയാതൻ കൂടവേ പാർത്തിടും കൈയടിച്ചേ. മരണത്തിൻ കൂരിരിൽ താഴ്വരാ കഴിവോളും പിരിയാതൻ കൂടവേ പാർത്തിടും താൻ. കൈയടിച്ചേ. നിത്യമാം സ്നേഹത്തിൻ ആഴം ഉയരവും വെള്ളവും വേദയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴം ഉയരവും വെള്ളവും വേദയും ആരാഞ്ഞിടാൻ. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തു എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തു എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യ അവകാശം. എല്ലാവരും പാടിക്കേ, കൈയടിച്ചേ. ഓ പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യ അവകാശമല്ലോ. ഒന്നുകൂടെ. പിരിയാത്ത സ്നേഹിത, തീരാത്ത സ്നേഹമേ, നീ എൻ്റെ നിത്യ അവകാശമല്ലോ. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യ അവകാശമല്ലോ. എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ പപ്പയുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഞാൻ കരഞ്ഞവനാ.
ഈ ലോക സ്നേഹമെല്ലാം ശവക്കുഴി വരെ. എൻ്റെ മുഖത്ത് നോക്കിയിരിക്കും, 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. സഹോദരങ്ങളെ, നിന്റെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ എന്നെ ഇട്ടേച്ച് പോകല്ലേ എന്നെല്ലാവരും കരയും മാറത്തടിച്ച്. ഈ കരയുന്നവർ തന്നെ നിന്നെ ഇട്ടേച്ച് പോരും. അനേക ശവമടക്കാറുള്ള ശവസംസ്കാരത്തിൽ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. സെമിത്തേരിയിൽ ശവമടക്കിയിട്ട് തിരികെ വരുമ്പോൾ ഞാൻ നോക്കും, എന്നെ ഇട്ടേച്ച് പോകല്ലേ എന്ന് കരഞ്ഞവർ മണ്ണ് നുള്ളിയിട്ട് മടങ്ങും. അവസാനം ആ ഡെഡ് ബോഡിയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കും, ആ ശവക്കുഴിയിലേക്ക്. നീ അവിടെ ഏകനായിരിക്കും. ആ രാത്രിയിൽ പെയ്യുന്ന മഴ നിന്റെ കുഴിമാടത്തിലേക്ക് പെയ്തിറങ്ങും. ഇവിടുത്തെ സ്നേഹം മുഴുവൻ ശവക്കുഴി വരെ. ശവക്കുഴിക്കപ്പുറവും നിന്നെ കരുതുന്ന ഒരുവനുണ്ട്, അവൻ എത്രയും ആശ്രയനായ യേശു. കൈയൊന്നുയർത്തിയാട്ടി സ്തോത്രം പറയാൻ കഴിയുമോ? മക്കൾ പോലും നമ്മളെ തള്ളിപ്പറയും. ഞാൻ ഉദാഹരണം പറയുമ്പോൾ എൻ്റെ ക്ലൂ ആകത്തുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. 2 സംഭവം, ഒന്ന് ഒരു കഥ, ഒന്ന് സംഭവം. ഓടയിലെന്ന് നമ്മളൊക്കെ കുഞ്ഞിലെ സാറൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓടയിലെന്നൊരു കഥ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. എന്താ ഓടയിൽ? ഒരു സൈക്കിൾ റിക്ഷക്കാരൻ സൈക്കിൾ ചവിട്ടി ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അയാൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഓടയിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് കിടന്ന് കരയുന്നൊരു ചോരക്കുഞ്ഞ്. ആ മനുഷ്യൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തി അയാളേതായി. അവൾ യൗവനയുക്തയായി കോളേജിൽ പോയി. ഒരു ദിവസം കോളേജിൽ പോകുമ്പോൾ അവർക്ക് ഫീസില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ സൈക്കിൾ റിക്ഷക്കാരൻ ആ രാവിലെ സൈക്കിളും എടുത്തുകൊണ്ട് പോയി ചവിട്ടി വേർത്തൊലിച്ച് വെള്ളം പോലും കുടിക്കാതെ അന്നത്തെ പണം സമ്പാദിച്ച് മോക്ക് കൊടുക്കുവാനായി കോളേജിൽ ചെന്നു. ഈ പെങ്കൊച്ച് കൂട്ടുകാരിയുടെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ ചെന്നത്. ഫീസ് എടുത്ത് കൊടുത്തിട്ട് തിരിച്ചു നടക്കുമ്പോൾ കൂട്ടുകാരികൾ ചോദിച്ചു, വന്നത് ആരാടിയെന്ന്. കൈലിമുണ്ടുടുത്ത കുത്തുകൾ വീണ ബനിയനിട്ട വിയർത്തൊലിച്ച ആ എലിൻകൂട് അവിടെ അപ്പനാന്ന് പറയാം ആക്ഷേപം. അവൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരനാണ്. ഇത് കഥയാണെങ്കിൽ ഒരു സംഭവമുണ്ട്. ഇതുപോലെ തന്നെ ഒരമ്മ തൻ്റെ മോള് ഭക്ഷണം കൊണ്ടുപോകാതെ കോളേജിൽ പോയപ്പോൾ വിഷം നിരിക്കേണ്ടെന്ന് വിചാരിച്ച് ഭക്ഷണമെല്ലാം റെഡിയാക്കി കോളേജിൽ ചെന്നു. ഇതുപോലെ കൂട്ടുകാരുടെ നടുവിലിരുന്ന മോള് അമ്മ ഭക്ഷണം കൊടുത്തത് വാങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ കൂട്ടുകാരി ചോദിച്ചു, ആരടിയെ വന്നേ? ഈ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അമ്മയുടെ ഒരു വശം കരിഞ്ഞിരിക്കുക, പൊള്ളുക മുഖമാണ്, പീബൾസമാണ്. അവളും പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാ. അമ്മ അത് കേട്ടു. അന്ന് വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, ഞാനിന്ന് കോളേജിൽ വന്നപ്പോൾ നിന്റെ കൂട്ടുകാരികൾ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ നിന്റെ വേലക്കാരിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു. എനിക്കറിയാം നിനക്ക് ആക്ഷേപമാണ് എന്നെ അമ്മയാന്ന് പറയാൻ. എന്നാൽ നീ സുന്ദരിയായിരിക്കാനും ഞാൻ വിരൂപയായിരിക്കാനും ഒരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടൊരു കൊച്ചു കുടിലായിരുന്നു. ഒരു തുണിത്തൊട്ടിലിൽ നീ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നിന്നെ ഉറക്കി കിടത്തിയിട്ട് 3-4 വീടിനപ്പുറത്ത് ഞാൻ വെള്ളം കോരുവാൻ പോയി, ചുമക്കുവാൻ പോയി. എങ്ങനെയോ അടുപ്പിൽ നിന്ന് തീ പടർന്നു പിടിച്ചു, വീട് കത്തുവാൻ തുടങ്ങി. നാട്ടുകാർ മുഴുവൻ ഓടി വന്നു, പക്ഷെ ആരും അകത്തേക്ക് കയറിയില്ല. ബഹളം കേട്ട് ഓടി വന്ന ഞാൻ നമ്മുടെ കുടിലിന് തീ പിടിക്കുന്ന കണ്ടു. എൻ്റെ ശരീരം നോക്കാതെ, ജീവൻ നോക്കാതെ ഞാൻ കുടിലിനുള്ളിലേക്ക് പാഞ്ഞു കയറി. തൊട്ടിൽ ഉറങ്ങിക്കിടന്ന നിന്നെ ഞാൻ എൻ്റെ മാർവോടടുക്കി പിടിച്ചു. ഞാൻ നീയുമായി പാഞ്ഞു വന്നു. എന്നാൽ അപ്പോഴേക്കും എൻ്റെ വസ്ത്രത്തിന് തീ പിടിച്ചിരുന്നു, എൻ്റെ ദേഹം മുഴുവൻ പൊള്ളലേറ്റിരുന്നു. കുഞ്ഞേ, നീ സൗന്ദര്യവതിയായിരിക്കാനും കാരണം ഞാൻ വിരൂപയായതുകൊണ്ടാണ്. മനസ്സിലായവർ കൈ ഉയർത്തി ശക്തിയോട് സ്തോത്രം പറയാം. സഹോദര സഹോദരി, കാൽവറിലേക്ക് നോക്കുക. കണ്ടാൽ ആളും തോന്നും ആറ് വിരൂപനായി, കൈകാലികൾക്കാരും പാണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കൈപ്പുവെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിൻ്റെ പാപശാപ രോഗ ദുരിതങ്ങൾ സ്വന്തം ശിരസ്സയിൽ വഹിച്ചുകൊണ്ട് യേശു കർത്താവ് കാൽവറിയിൽ പിടഞ്ഞു മരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ നിന്റെ സുഖമാ. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചു. യേശുവിൻ്റെ തലയിൽ വെച്ച മുൾക്കിരീടം ഞാൻ കണ്ടിട്ടുണ്ട്, കൂർത്തുമൂർത്ത നീളമുള്ള മുള്ള്. അത് വെച്ചടിക്കുമ്പോൾ അവൻ്റെ തലയോടുകൾ പൊട്ടി, തലച്ചോറിനുള്ളിലേക്ക് മുള്ളുകൾ ആണ്ടിറങ്ങി.
അവൻ്റെ തലയുടെ 4 വശത്തു നിന്നും എൻ്റെ വിയർപ്പ് താഴെ കൊഴുകുന്ന പോലെ അവൻ്റെ രക്തം താഴെ കൊഴുകി. കൈയെടുത്ത് തുടയ്ക്കാൻ അവന് കഴിയുന്നില്ല. സഹോദരാ, സഹോദരി, ഒരു തുള്ളി രക്തം നിന്റെ കണ്ണിൽ വീണാൽ എത്ര വലിയ നീറ്റലാണ്. അവൻ്റെ 2 കണ്ണും നിറഞ്ഞവൻ്റെ രക്തം ഒഴുകുന്നു. കൈയെടുത്ത് തുടയ്ക്കാൻ അവന് കഴിയുന്നില്ല. അവൻ്റെ മുഖത്തു നിന്നവർ കുടിൽ കൊണ്ട് രോമകൂപം പിഴുതെടുത്തു. ആ പിഴുതെടുത്ത രോമകൂപങ്ങൾ, പിഴുതെടുത്ത മുഖം നീര് വന്ന് വീർത്തു, ഭീവത്സമായി. ആ മുഖത്തേക്ക് അവർ കാർക്കിച്ചു തുപ്പി. വെറും തുപ്പലല്ല, കാർക്കിച്ചു തുപ്പി. യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കൂ. സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്ന മുഖമുള്ളവൻ, ദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ പോലും ഭയപ്പെടുന്ന നാസ്രയനായ യേശു. അവൻ്റെ മുഖത്ത് മനുഷ്യക്കീടങ്ങളുടെ കഫം തളം കെട്ടി കിടക്കുന്നു. നിങ്ങൾക്കൊരു മകനോ മകളോ ഉണ്ടെന്നിരിക്കട്ടെ. നാളെ നിങ്ങൾ ആ മകനുമായി മകളുമായി പോകുമ്പോൾ ഒരു മനുഷ്യൻ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി നിലത്തിട്ട് ചവിട്ടിയാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങളുടെ മകൻ്റെ കർണക്കുറ്റി കടിച്ചാലോ? നിങ്ങളുടെ മകളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയാലോ? നിങ്ങളുടെ മകൻ്റെ രോമവും പിഴുതെടുത്താലോ? നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ, അപ്പനാണെങ്കിൽ, അമ്മയാണെങ്കിൽ പറയും, ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ തൊടുവാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ കാൽവറിലേക്ക് നോക്കൂ. ദൈവത്തിൻ്റെ ഏകജാതനെ മനുഷ്യൻ മുഷ്ടിയുരുട്ടി ഇടിക്കുന്നു, കാർക്കിച്ചു തുപ്പുന്നു. ഇതെല്ലാം ഒരു പിതാവ് നിശബ്ദമായി കാത്തിരിക്കുന്നു, നോക്കിയിരിക്കുന്നു. നമ്മെ മകനാക്കാൻ ദൈവം തൻ്റെ പുത്രനെ കാൽവറിൽ കൈവിട്ടു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദയവായി ഗ്രൗണ്ടിൽ നിന്ന് ആരും പോകരുത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഈ അത്ഭുതം യേശുവിൻ നാമം എന്നുള്ള പാട്ട് അവസാനം പാടി ആരാധിക്കണം. അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദയവായി നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പട്ടണത്തിലേക്കും പാപിനിയായ സ്ത്രീയെ തേടി സുഖാർ എന്ന പട്ടണത്തിൽ യേശു ഗദരദേശത്തെ പൂതരസ്ഥനെ തേടി സെമിത്തേരിയിൽ എത്തിയ യേശു 38 വർഷമായി രോഗിയായി കിടന്നവനെ തേടി ബദസ്തായിലെത്തിയ യേശു ഈ രാത്രിയിൽ ഭാരതപ്പുഴ മണൽപ്പുറത്തെത്തിയിട്ടുണ്ട്. അവൻ കിടക്കുന്ന യേശു കണ്ടു. ഇങ്ങനേറിയ കാലമായിരിക്കുന്നറിഞ്ഞു. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ചു. സഹോദരങ്ങളെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ യേശുവിനറിയാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ യേശുവിനറിയാം. ഈ നിലയിൽ മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അവനറിയാം. യേശുവിന് ഇന്ന് രാത്രി നിങ്ങളെ സൗഖ്യമാക്കാൻ മനസ്സുണ്ട്. നിങ്ങളെ വിടുവിപ്പാൻ മനസ്സുണ്ട്. നിങ്ങളെ രക്ഷിപ്പാൻ മനസ്സുണ്ട്. അവന്റെ പാപന രക്തത്താൽ നിങ്ങളുടെ പാപം കഴുകുവാൻ അവന് മനസ്സുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ ജാതി അവൻ ചോദിക്കുന്നില്ല, മതം ചോദിക്കുന്നില്ല. രാത്രി പറയൂ, യേശുവേ, എനിക്ക് മനസ്സുണ്ട്. എന്റെ പാപം കഴുകണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എനിക്ക് സമാധാനം തരണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ഒരു കരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാത്രി, യേശുവേ, എനിക്ക് മനസ്സുണ്ട്, എന്നെ വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നവർ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഓ ബാഷഖനദിയ, നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഇന്നേക്ക് 2000ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ചിതറിത്തെറിച്ച യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് നിങ്ങളുടെ പാപം കഴുകുവാൻ ശക്തിയുണ്ട്. രോഗസൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. ആ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗ പിതാവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനേകരുടെ പാപം കഴുകപ്പെടുന്ന രാത്രിയായി മാറട്ടെ. നീ അവിടെ ഉള്ളിൽ ഇറങ്ങണമേ, നിന്റെ കരവരെ സ്പർശിക്കണമേ. ഈ ഗ്രൗണ്ടിൽ നമ്മൾ സമാധാനത്തോട് പോകട്ടെ. നിന്റെ കരവരെ സ്പർശിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. കൈകൾ താഴ്ത്തിയിടാം. ഒരു വാക്കിൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം ഈ ഗായക സംഘം ഒരു പാട്ട് പാടും. കൈകൾ അടിച്ച് 2-3 സ്റ്റാൻസ മാത്രം ഘടങ്ങളടിച്ച് പാടണം. അനേക പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇതാ നോഹയുടെ കാലം, ദൈവ ന്യായവിധികൾ, ഞാൻ മടങ്ങും ദൈവം, ബൈബിൾ പ്രഭാഷണം, തിരുവന സന്ദേശം, സമയമെടുത്തു, കുടുംബം സംഭവിക്കാൻ പാടില്ലാത്തതും, മഹാനിയോഗം, അങ്ങനെ അനേക ബുക്കുകൾ. അതിൽ എല്ലാം ബെസ്റ്റ്സെല്ലർ. അതിൽ 3 പുസ്തകം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്റ്റാളിനോടെ എവിടെയോ ലഭിക്കും. ഒന്ന് നോഹയുടെ കാലം പോലെ, ഇതാ നോഹയുടെ കാലം, 20 വർഷം ഞാൻ എഴുതിയ പുസ്തകമാണ്. ആണോടാണ്, പെണ്ണോട് പെണ്ണ്, അപലക്ഷമായി. 2
പെൺകുട്ടികളെ ഒന്നിച്ച് നിർത്തി ബൈബിൾ വെച്ചുകൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ഫോട്ടോ അതിൽ ചേർത്തു. 20 വർഷം മുമ്പ്. ഇന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ അത് പ്രാവർത്തികമാക്കി. അനേക പുസ്തകമുണ്ട്. അതിൽ 3 പുസ്തകം ഇവിടെ ഉണ്ട്, വേണ്ടവർക്ക് വാങ്ങാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസന്മാർ, സ്റ്റേജിലുള്ളവർ കൈകളൊന്ന് കോർത്ത് പിടിച്ചാട്ട്, കരങ്ങൾ കോർത്ത് പിടിച്ചാട്ട്. ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കും. പഴകിയ രോഗവും പഴകിയ പാവവും യേശുവിന് വിഷയമല്ല. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന് മഹത്വം കാണും.